എല്ലാവർക്കും നമസ്കാരം. പ്രവീൺ ഒന്ന് സെന്ററിലോട്ടിരുന്ന ഉഷാറായി. അതെ, ഒരു വലതുപക്ഷ ചായ്വ് ഓക്കെ കാണുന്നുണ്ട്. അല്ലേ? വലതുവശത്തോട്ടൊരു ചായ്വ് വന്നിരിക്കുക. എന്ത് അതെ, ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ കരിദിനം പ്രമാണിച്ച് ഇവിടെ ബ്ലാക്ക് ഇട്ട് വന്നു. പ്രവീൺ മാത്രം ഈ ചുമപ്പിട്ട് വന്നതിന്റെ ആ ഒരു ചേതവികാരം എന്താണ്? ചില ആളുകളോടുള്ള ഐക്യപ്പെടലാണ് പാവങ്ങൾ. കനലൊരു പാവങ്ങൾ. തരിയായി അവശേഷിച്ചതിൽ ഒരു തരിയാണ് ഞാൻ. ഓക്കെ, അപ്പൊ ഹെൻസ് പ്രൂവ്ഡ്, കനല് ഒരു തരി മതി എന്നുള്ളത് വീണ്ടും പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണേലും പറയാം. തരിയുമില്ല, തരിയുടെ ഒരു പൊടി മാത്രം അവശേഷിച്ചുള്ളൂ. ആശ്ചര്യമുള്ളൂ. ഓക്കെ, തരി എന്താണ്? പോലും ഇല്ല കണ്ടെത്താൻ. അതെ, അനിക്സ്പ്രേയുടെ പരസ്യം പോലെയാണോ? സത്യത്തിൽ ഈ റിസൾട്ട് ഭയങ്കര ആ, സന്തോഷമുള്ള ഒരു റിസൾട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മള് ധ്രുവിന്റെ വീഡിയോ ഒക്കെ വെച്ച് പല പ്രാവശ്യം അനാലിസിസ് നടത്തിയപ്പോഴും നമ്മൾ ആ, പറഞ്ഞൊരു കാര്യമാണ്, പ്രതിപക്ഷം, ശക്തമായിട്ടൊരു പ്രതിപക്ഷം നമുക്ക് ആവശ്യമാണ്. ഉം, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വരണം. ഒരുപാട് അലമ്പെല്ലാം കൂടെ കൂടി ചേർന്ന് ഭരിക്കാൻ വരുന്നത് ശരിയല്ല. അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അവർക്ക് ഉം, സ്ട്രോങ് മാൻഡേറ്റോട് കൂടി വരുന്നതിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഈ ഉം, അവിയൽ മുന്നണികളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നും, അതുകൊണ്ട് തന്നെ ഉം, ബി ജെ പി വരികയാണെങ്കിൽ, ബി ജെ പി വരുമെന്നുള്ളതാണ് ഒരു പൊതുവെ എല്ലാ എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ സർവേ ഒക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഉം, തന്നെ ഉം. പ്രതിപക്ഷം ഒരു ശക്തമായിട്ട് പാർലമെന്റിൽ വേണം എന്നുള്ളതായിരുന്നു നമ്മൾ വേണം. അന്ന് യെസ്. പറഞ്ഞ ഡിസ്കഷനിലെല്ലാം നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പൊ അത് അതെ. ഈ കാര്യത്തിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ അത് വളരെയധികം ആ ഒരു രീതി തന്നെ വന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഉം. എന്താണ് ജസീമിന് അതിനോട് തുടക്കത്തിൽ തന്നെ ഒരു ആമുഖമായിട്ട് പറയാൻ? ആഹ് ഒരുപാട് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. വടക്കേ ഇന്ത്യയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷോക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നേരെ തിരിച്ച് BJP ശരിക്ക് ഓവറോൾ നോക്കിയാൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിലും നിയമസഭ ഇലക്ഷൻ ഇവര് പല ആളുകളും പ്രധാനമായിട്ട് എടുത്തു കാണിക്കാത്ത ഒരു കാര്യമാണ് ഒഡീഷയിൽ ഒരു BJP മുഖ്യമന്ത്രി വരാൻ പോകണം. അപ്പോ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇതിന്റെ പാരലായിട്ട് നടക്കുന്നുണ്ട്. അത് കാര്യം അത് ചിലർ കാണിക്കുന്നുണ്ട്, പക്ഷെ അവരത് ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നില്ല. പക്ഷെ അതൊരു വലിയ സംഭവമാണ്. അത് പിന്നെ തെലങ്കാനയിലും കേരളത്തിലും BJPയുടെ വോട്ടിംഗ് ശതമാനം പല മണ്ഡലങ്ങളിലും, നമ്മളിപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യമല്ലേ പറയുന്നത്, പക്ഷെ പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല വർധന ഉണ്ടായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ഒരുപാട് വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ ഒരുപാട് മെച്ചം, ഒരുപാട് നേട്ടങ്ങൾ തെക്കേ ഇന്ത്യയിൽ കൊയ്തു. പക്ഷെ BJPയുടെ കോർ ആയിട്ടുള്ള വോട്ടർമാരിലാണ് ഇപ്പോ ഒരു ഷോക്ക് വന്നത്, പ്രത്യേകിച്ച് യു പി. പറയാം, എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതില് വോട്ടിംഗ് മെഷീൻ റിഗ്ഗിങ് നടന്നിട്ടുണ്ട്, കോൺഗ്രസ് ആണെന്ന് മാത്രം. പ്രാവശ്യത്തെ ഒരു 230-245 സീറ്റിലെ മെഷീനിൽ റിഗ്ഗിങ് നടന്നിട്ടുണ്ട് അല്ലെ? ഉണ്ട്. അതെ, അതെ. ബാക്കിയൊക്കെ അല്ലാതെ അടിപൊളിയായിരുന്നു. ഒരു തരത്തില് കോൺഗ്രസ് ജയിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അതല്ല, ഇപ്പോഴും ഈ വോട്ടിംഗ് മെഷീന് ഹാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് വ്യാപകമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പോഴും കമന്റ് ഇടുന്ന ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. ഇപ്പം 1-2 ബൂത്തുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് ഇവര് EVM വ്യാപകമായിട്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത്. ശരിക്കും ഇതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായ കുറെ ആൾക്കാരും വേണേ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതെ. കാരണം Yes. നമ്മൾ എന്നാ ചെയ്താലും താമരയ്ക്കാണെങ്കിൽ പിന്നെ പോയി ചെയ്യുന്നത് എന്തിനാന്ന് അവർക്ക് തോന്നിയല്ലേ. അതെ, അതെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു എലക്ഷൻ്റെ ആ ഒരു ദിനം, ആ ഒരു റിസൾട്ട് വന്ന ദിനത്തിലിരുന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ, പ്രശാന്ത് കിഷോർ വണ്ടി കയറി നാട് വിട്ടു എന്നൊക്കെയാണ് അറിയുന്നത്, എവിടെ പോയെന്ന് അറിയില്ല, ആളുടെ പൊടി പോലും കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകാർക്കെല്ലാം പിഴച്ചത് UP ആണ്. വേറെ വലിയ രീതിയിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. UP ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അടിയൊഴുക്കുണ്ടായി. അത് എനിക്ക് തോന്നുന്നു SP പോലും വിചാരിച്ചില്ല അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന്. സോ അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് പലരും. ഒന്ന്, യോഗി ആദിത്യനാഥിനെ സൈഡ് ലൈൻ ചെയ്തു. അവിടെ അമിത്ഷാ ആൻഡ് ടീം കൂടുതൽ, അതായത് സംസ്ഥാന ഭരണകാര്യങ്ങളിൽ കൈകടത്താൻ തുടങ്ങി. അങ്ങനെ അയാളെ ഒരു സൈഡ് ലൈൻ ആക്കിക്കൊണ്ട് ഇപ്പൊ ഈവൻ അയോധ്യ പിന്നെ ഉദ്ഘാടനം ചെയ്ത അവിടെ സമയത്ത് പോലും മോഡിയാണ് ഫുൾ പ്രൊമിനന്റ് ആയിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയും അത് മോഡിയുടെ എന്തോ ഒരു വലിയ നേട്ടമായിട്ട് അവതരിപ്പിക്കുകയും യോഗിയെ സൈഡ് ലൈൻ ചെയ്യുകയും ചെയ്തു. അപ്പം യോഗി ആദിത്യനാഥിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള RSS വർക്കേഴ്സ് അവര് ഇതിനോട് അത്ര തൃപ്തി ഇല്ലാത്തവരായിരുന്നു എന്നും
അതേപോലെ തന്നെ JP നദ്ദയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി, ഇനി RSSന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ വേറെ ഒരു സെറ്റപ്പിൽ പോകാൻ പോവാണ്. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പം ഒരു കോർ വോട്ടേഴ്സിനെ മൂവ് ചെയ്യിക്കുന്നതിൽ, മൊബിലൈസ് ചെയ്യിക്കുന്നതിൽ RSS ഒരു നിസ്സംഗത പാലിച്ചു എന്നും അതിൻ്റെ പിന്നെ നമ്മൾ ഏത് സ്ഥാപനത്തിലായാലും ഒരു കമ്പനിയിലായാലും രാഷ്ട്രീയത്തിലായാലും രണ്ടൊരു പവർ, ഒരു ഡിക്റ്റേറ്റർ മോഡലിൽ ഭരിക്കുമ്പം നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരു അനുയായിയും എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ആ പാർട്ടിയിലെ ഒരുപാട് ആൾക്കാരെ വെട്ടി നിരത്തി അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വില കൊടുക്കാതെ എല്ലാം എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം എന്ന രീതിയിൽ ഭരിക്കുമ്പം നിങ്ങൾ വിജയിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ റവന്യൂ ഉണ്ടാക്കുന്നിടത്തോളം കാലം, ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ നിങ്ങൾ സെയിൽസ് കൊണ്ടുവരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എതിരെ ഇവർക്കാർക്കും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു എവിടെയെങ്കിലും ഒന്ന് കാലിടറിയാൽ, ഫെയിലായാൽ ഇവരെല്ലാവരും ആ സമയത്ത് നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടും, അവർ പൊങ്ങി വരും. ജസീം, എനിക്ക് ചോദിക്കാനുള്ളത് ഒരു 2 കാര്യം. അതായത് പൊതുവേ നമ്മൾ പറയാറുണ്ടായിരുന്നു മോദി തരംഗം എന്ന് പറയുന്നൊരു വിഷയം. അതോടൊപ്പം തന്നെ മോദി പോലും അത് സ്വയം പറഞ്ഞിരുന്നു. ഇപ്പം മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അവസാന ഘട്ടത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് ഈ ക്യാമ്പയിനിങ് തുടങ്ങുന്ന സമയത്ത് ഡെവലപ്മെൻറ്റും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനമൊക്കെ രണ്ടാമത്തെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പക്ക വർഗീയത മുറ്റി നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പോലും വെക്കുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മൻമോഹൻ പറഞ്ഞിട്ടില്ലേ, മുന്നിൽ വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല, അപ്പം ഞങ്ങൾക്കും പറയാം എന്നുള്ള രീതിയിലേക്ക് വരെ പറഞ്ഞു വെച്ചുകൊണ്ട് ഇത് ആവർത്തിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു. അപ്പോൾ ഒരു സംശയം എൻ്റെത്, അതായത് എതിർ കക്ഷികൾ, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എത്ര ഡെവലപ്മെൻറ്റ് പറഞ്ഞാലും BJPയും ഒരു ഘട്ടത്തിൽ ആ ഡെവലപ്മെൻറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കൈകൊണ്ടെടുക്കാൻ തയ്യാറായി എന്ന് വരുമ്പോൾ അത് ഇനിയും ഇലക്ഷൻ കഴിഞ്ഞ് ഇതിന് മന്ത്രിസഭ രൂപീകരിച്ച് കഴിയുമ്പോൾ അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മാറി വീണ്ടും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് കാര്യമായിട്ട് എടുക്കുന്ന തലത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ ആദ്യം പറയും, അല്ലെങ്കിൽ ഒരു 2 കാര്യം. ഈ രാഹുൽ ഗാന്ധിയൊക്കെ അവകാശപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ചില പ്രതിപക്ഷ കക്ഷികൾ ഈ 200ന്റെ മുകളിലേക്ക് അവരുടെ മൊത്തം ഇന്ത്യ സഖ്യത്തിന്റെ കണക്ക് കടന്ന സമയത്ത് അവര് പ്രതിപക്ഷം പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇത് ഭരണഘടനയുടെ വിജയമാണ്, അതിനു വേണ്ടിയാണ് വോട്ടർമാർ വോട്ട് ചെയ്തത്, ഇത് വർഗീയതയ്ക്കെതിരെയുള്ള വിജയമാണ്. ഇത് രണ്ടും വടക്കേന്ത്യയുടെ കാര്യത്തിൽ ആ ഒരു കാരണം കൊണ്ടല്ല വോട്ടർമാർ വോട്ട് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അവര് വോട്ട് ചെയ്യുന്നത്, അവർക്ക് വർഗീയത ഉണ്ടാവും, മതം ഒരു പ്രശ്നമായിരിക്കും, അതൊക്കെ ഉണ്ട്. എന്നാലും UPയിലെ ഇപ്പോ ഉള്ള റിസൾട്ട് കാണിക്കുന്നത് ഭരണത്തിനെതിരെ ഒരുപക്ഷെ, ഇപ്പൊ നേരത്തെ യോഗിയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരുപക്ഷെ യോഗിക്കെതിരെയുള്ള വികാരമായിരിക്കാം. അല്ലെങ്കിൽ കാരണം UPയില് BJP തോക്കുക എന്നുള്ളത് ഗുജറാത്തിൽ BJP തോക്കുന്ന പോലെയാണ്. അത്രയും കോറായിട്ടുള്ള BJPയുടെ ഒരു സ്റ്റേറ്റ് ആണ് UP. അപ്പോ അവിടെ ഇങ്ങനൊരു വികാരം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം സാമ്പത്തികമായിരിക്കാം, വരുമാനമില്ലായ്മ. കാരണം റൂറലായ പ്രദേശങ്ങളിലാണ് BJPയുടെ ഏറ്റവും വോട്ടുകളൊക്കെ കുറഞ്ഞു പോയിട്ടുള്ളത്. താരതമ്യേന ഈ അർബൻ അല്ലെങ്കിൽ നഗരങ്ങളിലൊക്കെ BJPക്ക് വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്, അവരുടെ വോട്ടിംഗ് ഷെയർ കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോ ഈ പിന്നോക്ക അവസ്ഥയുള്ള ആളുകളിൽ കൂടുതലും BJPക്ക് മുമ്പ് കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്തവരൊക്കെ മാറിക്കുത്തി എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ മാറ്റി അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് OBC ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട കുറെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ വോട്ട് ചെയ്ത കാരണം വർഗീയത ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഭരണഘടന രക്ഷിക്കാനോ ഒന്നുമല്ല, അല്ലെങ്കിൽ BJP അഹങ്കാരം കാണിക്കുന്നുണ്ടോന്നല്ല. അതൊന്നും ഒരു വോട്ടർമാരുടെ കണ്ണിലൊന്നുമല്ല. അവർക്ക് ചിലപ്പോൾ മതം ഒരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഹിന്ദു മതത്തിലുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് യാദവരും മുസ്ലിങ്ങളും ഈ SP-ക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ BJPക്ക് വോട്ട് ചെയ്തിരുന്ന കുറെ വോട്ടർമാർ ഇങ്ങോട്ടും വോട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് 30ഓളം സീറ്റുകൾ ഇപ്പോ BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഇപ്പൊ സ്വന്തമായിട്ട് കിട്ടും. ആ 30ഓളം സീറ്റുകൾ ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 60 സീറ്റെങ്ങാണ്ട്, 62 സീറ്റോ 64 സീറ്റെങ്ങാണ്ട് കഴിഞ്ഞ തവണ NDA സഖ്യം BJP അടക്കം BJP ആയിരുന്നു ഭൂരിപക്ഷം 62 സീറ്റ് എന്ന് തോന്നുന്നു. അത് UPയിൽ നേടിയ സമയത്ത് ഇപ്പോ അത് 34 അല്ലെങ്കിൽ 30 ആ റേഞ്ചിലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പിന്നോക്കം നിൽക്കുന്ന കുറെ ആളുകൾ UPയിൽ പ്രധാനമായിട്ട് BJPക്ക് എതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ BJP പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം ഹരിയാനയിലും രാജസ്ഥാനിലും തിരിച്ചടി ഉണ്ടാവുന്നതാണ്. അത് ഉണ്ടായിട്ടുണ്ട്. ബംഗാളിലും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള അത്രയും കുറഞ്ഞിട്ട് കർണാടകത്തിൽ യഥാർത്ഥത്തിൽ BJPയെ നിയമസഭയിൽ ആര് എടുത്താലും എന്താ പറയാ കേന്ദ്രത്തിലേക്ക് BJP അയക്കുന്ന ഒരു പ്രവണതയുണ്ട്. അവിടെയും BJPക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. മഹാരാഷ്ട്രയില്
BJP ഉദ്ദേശിച്ചത് വലിയ നേരെ ഉൾട്ടയാണ് സംഭവിച്ചത്. അവിടെ ഉം. UP പറഞ്ഞ പോലെ തന്നെ വേറെ. അപ്പൊ UP-യിൽ എന്റെ ഒരു അഭിപ്രായത്തില് എന്താ പറയാ സംഭവിച്ചിട്ടുള്ളത് ഈ വർഗീയതക്കെതിരെയുള്ളത് നമുക്ക് പറയാം. വർഗീയത BJP പറഞ്ഞതുകൊണ്ട് ആ, ഉം. എന്താ പറയാ അതുകൊണ്ട് വോട്ടർമാർ ഇവരെന്താ ഇതൊക്കെ പറയുന്നത് വിചാരിച്ച് വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഇന്ത്യയിലില്ല. നമുക്കറിയാം മറ്റു രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, യൂറോപ്പിലൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി അങ്ങനെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ അങ്ങനെ വോട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ വർഗീയത കൊണ്ടാണ് പല വോട്ടുകളും BJP പിടിച്ചത്. പിന്നെ പക്ഷേ ആ പറഞ്ഞോളൂ. അപ്പൊ പിന്നെ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന്റെ കാര്യമാണ് ഭയങ്കര സംഭവം. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞല്ലോ, ഇനി ആ വാഗ്ദാനമായിട്ട് അതൊരു ഇലക്ഷൻ പിച്ചായിട്ട് നടന്നു കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പൊ നിർമ്മിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ അതിന്റെ പേരിൽ ആരും വോട്ട് കൊടുക്കില്ല. വേറെ വല്ല വിഷയം കൊടുത്താലേ അവർ വോട്ട് കൊടുക്കുള്ളൂ. പക്ഷെ BJP അത് എന്താ പറയാ സെല്ല് ചെയ്യുന്നതിൽ കുറച്ച് പരാജയപ്പെട്ടതെന്ന് തോന്നുന്നു. കാരണം ജാനുവരി ഈ അടുത്താണ്, ജാനുവരി ഫെബ്രുവരി ആ സമയത്താണല്ലോ ഇവർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയൊക്കെ നടത്തി ക്യാമ്പയിൻ നടത്തിയത്. ക്ഷേത്രം പൂർണ്ണമായിട്ടല്ല, എനിക്കൊന്ന് ബാക്കി പ്രധാന പ്രതിഷ്ഠയും ആ പരിപാടിയൊക്കെ എന്താ പറയാ മോദി അവിടെ പോയിട്ട് പ്രാണപ്രതിഷ്ഠ അതൊക്കെ നടത്തുന്ന ആ സംഭവം ഈ അടുത്താണ് നടന്നത്. ഇലക്ഷന് അത്ര ദൂരമല്ല. എന്നാലും BJP ആ സംഭവം അവിടെ തീർന്നു എന്ന കാരണം കൊണ്ട് അതിന്റെ പേരിൽ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. BJP-യുടെ അയോധ്യയിലുള്ള ഒരു മണ്ഡലത്തില്, എനിക്കൊരു അയോധ്യയിൽ തന്നെയാണോ ഫാസിയാബാദാണോ അവിടെ ഫൈസാബാദ് അവിടെ BJP പുറകിലാണ്. ഇപ്പൊ അതിന്റെ റിസൾട്ട് എന്തായെന്ന് അറിയില്ല. അത് ശരിക്കും അത്ഭുതപ്പെടുത്തേണ്ട കാര്യമാണ്. ഇവിടെയൊക്കെ സ്കോർ ചെയ്തിരിക്കുന്നത് UP-ക്കാർ മുമ്പ് താന്തോന്നികളാണെന്നും തെമ്മാടികളാണെന്നും പറഞ്ഞ് SP ആണെന്നുള്ള ഓർക്കണം. ഈ സമാജ്വാദി പാർട്ടി ഗുണ്ടകളാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് പണ്ട്. അവർക്കാണ് ഇവർ പോയി വോട്ട് ചെയ്തിട്ടുള്ളത്. UP സംബന്ധിച്ചോളം അല്ല, ഞാനത് എന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ടൈറ്റിൽ ഇട്ടത് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ എന്നുള്ള ഒരു, അല്ലെങ്കിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലാണ്. അപ്പം ഞാനിതിനെ കാണുന്നത് ഈ ഇലക്ഷനിൽ ഈ റിസൾട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം വെച്ചത്. ഹൗ രക്ഷപ്പെട്ടു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ലൈൻ. അതിൽ ഒന്നാമതായിട്ട് രക്ഷപ്പെട്ടത് നമ്മളുടെ വോട്ടിംഗ് യന്ത്രം തന്നെയാണ്, ഞാൻ ആദ്യം പറയാം. കാരണം ഇതിലിപ്പോൾ ഏകപക്ഷീയമായ ഒരു മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെയുള്ള രീതിയിൽ ആർക്കെങ്കിലും കിട്ടി, പ്രത്യേകിച്ച് BJP-ക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീൻ്റെ കാര്യം ഇവിടെ നോക്കാനുണ്ടാവില്ല. അത് ഊഹിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ അത്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീൻ ഇവിടെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. എന്ത് തോന്നുന്നു? ഓരോന്നോരോന്നായിട്ട് അങ്ങ് പോവാം. അതെ, പകുതി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പകുതി രക്ഷപ്പെട്ടു. അതെ. അപ്പം ഞാനിവിടെ ആ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം BJP ജയിച്ചാലും ശരി, കോൺഗ്രസ് ഇനി മുഴുവൻ സീറ്റ് കൊണ്ടായാലും ശരി, നമ്മളപ്പോഴും ഇത് തന്നെ പറയുള്ളൂ. വോട്ടിംഗ് മെഷീന് അതിനെ നമ്മൾ നിരന്തരം ഇങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിന്നാൽ അത് ഈ ജനാധിപത്യ സംവിധാനത്തെയും അതിൻ്റെ ടൂൾസിനെയാണ് നമ്മൾ വില കുറച്ച് കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇത് പണ്ടും ഇതുപോലെ പല ആളുകളും ചെയ്തതിന് തുല്യമായിട്ട് വരുന്നു. അതല്ലെങ്കിൽ അത് തന്നെ ആ രീതിയിൽ പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ നടന്നിട്ടുള്ള ഈ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്ന സമയത്ത് പോലുള്ള ചില തിരിമറികളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഇലക്ഷനിൽ ജയിക്കാനും തോക്കാനും അവിടെ വർക്കൗട്ട് ആവുന്ന ഇക്വേഷൻസും അവിടെ വർക്കൗട്ട് ആകാത്ത ഫോർമുലകളും ഇതെല്ലാം ഉണ്ടാവും. അതിനകത്ത് പാളിപ്പോകുന്ന ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, തെറ്റായി പോകുന്ന ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവും. ഒക്കെ ഇവിടെ നമ്മൾ കണ്ടു ഈ ഒരു ഇലക്ഷൻ സമയത്ത്. ഇതിൽ വിജയിക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി വിജയിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദി ഫാക്ടർ അല്ല. കാരണം മോദി ഫാക്ടർ മോദിക്ക് പോലും ഗുണം ചെയ്യാത്ത കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു രാജ്യസഭ MP ആയിട്ടുള്ള നമ്മളുടെ ചന്ദ്രശേഖർ, പുള്ളിക്ക് പോലും അവിടെ വിജയിച്ച് കയറാൻ പറ്റാത്ത നിലയ്ക്ക് ഇവിടെ നമ്മളുടെ സുരേഷ് ഗോപി ജയിച്ച് കയറുന്നത്. അപ്പോൾ മോദി ഉണ്ടായത് കൊണ്ട് പോലും അല്ല, അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ കഴിയും. അവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പണിയെടുത്ത ഒരു എലമെൻ്റ് അവിടെ ഉണ്ടെന്ന് ഞാൻ പറയും ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, മുന്നേ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുമായിട്ട് ഇടപെടേണ്ടി വന്നപ്പോൾ പുള്ളിയുടെ സമീപനം നമുക്കറിയാം. പുള്ളി ഒരു കാര്യം മറക്കൂല, അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാവും, അത് ചെയ്യുന്നു. അത് ആളുകൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ കണക്റ്റ് പുള്ളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അത് എന്താ പറയുക, മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ കൊടിയുടെ നിറം നോക്കിയിട്ടൊന്നും അല്ല പുള്ളി അതിനകത്ത് ചെയ്യുന്നതെന്നുള്ളതും കൂടി നമുക്കന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്.
അന്ന് നമ്മൾ എക്സ് മുസ്ലിം ആണ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളീനെ അടുത്ത് പോയി നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത്, വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ് എക്സ് മുസ്ലിം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, എന്നിട്ട് അങ്ങനെ വിമർശിക്കേണ്ടത് ശരിയാണോ, ഇസ്ലാമിനെ അങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ സാധാരണ ആളുകൾ ചോദിക്കുന്ന പോലെ അതറിയാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു അങ്ങനെയുള്ളൊരു ശ്രമമൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മോദി തരംഗം എന്ന് പറയുന്ന ഒരു സാധനം ഇത്തവണ അത് വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്യണമായിരുന്നെങ്കിൽ ആദ്യം വർക്ക് ചെയ്യേണ്ടത് മോദിക്ക് തന്നെയായിരുന്നു. അതും കാണുന്നില്ല. എന്ന് വരുന്നിടത്ത് ഒരാൾക്കും അതുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഒരു കാര്യം അതാണ്. അതിലെന്തെങ്കിലും ചേർക്കാനുണ്ടോ ആ ഒരു മോദി തരംഗം? മോദിക്ക് സ്വാധീനമുണ്ട് ഇപ്പോഴും. മോദി ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നേതാവ്, ആ സ്റ്റാറ്റസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ മോദിയുടെ മോദിയെ പറ്റി പറയുകയാണെങ്കിൽ മോദി നിന്ന മണ്ഡലം വാരണാസിയില് മോദിയുടെ ലീഡ് വലിയൊരു ഇടി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. രണ്ടാമത് നിൽക്കുന്ന ആള് 4 ലക്ഷത്തോളം വോട്ട് മേടിച്ചപ്പോ ഇദ്ദേഹത്തിന് 6 ലക്ഷം വോട്ട് മേടി. ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് 4 ലക്ഷം 3 ലക്ഷം റേഞ്ചിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. മാർജിൻ മാത്രം അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് അതിനും കൂടുതലായി. അപ്പോ അതിൽ നിന്ന് ഇത്രയും വോട്ട് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയാണ് ചോർത്തിയത്, അജയ് റായ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ മോദിക്കെതിരെ, പ്രത്യേകിച്ച് മോദിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ഒരു വിരുദ്ധ വികാരമുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. നേരെ തിരിച്ച് ഇതാണ് ഇതിന്റെ പ്രശ്നം. അതായത് നമ്മൾ വടക്കേ ഇന്ത്യയിലെ മോദിയുടെ കോർ വോട്ടർമാരിൽ വന്നുള്ള കാര്യം ഇന്ത്യയിലെ മൊത്തം ആരോപിക്കരുത്. കാരണം നേരെ തിരിച്ച് തെക്കേ ഇന്ത്യയിൽ മോദിയോടുള്ള സമീപനം മാറുന്നുണ്ട്. അത് തൃശ്ശൂർ ഒരു പക്ഷെ സുരേഷ് ഗോപിന്റെ ക്രൗഡാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സുരേഷ് ഗോപി നമുക്കറിയാം. സുരേഷ് ഗോപി മലയാളികൾക്ക് അപരിചിതനായിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ ചന്ദ്രശേഖർ ആവട്ടെ, മറ്റ് ആളുകളാവട്ടെ, അവരെ ഒരല്പം കൂടി പരിചയം കുറവാണ്. എന്നാലും അവർക്കും വോട്ട് പിടിക്കാൻ ഒരുപാട് പറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലെ പല മണ്ഡലങ്ങളിലും LDFന്റെ വോട്ട് ചോർന്ന് BJPക്ക് പോയിട്ടുണ്ടെന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അതിന് മോദിയുടെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. പിന്നെ ഈ മുസ്ലിം പ്രീണനം, അത് ചിലർ പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞു കേട്ടു. മുസ്ലിം പ്രീണനം LDFന് വിള്ളലുണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് LDFന്റെ കുറെ ആൾക്കാർ പോയിട്ട് BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ മോദി ഫാക്ടറിനേക്കാൾ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കാൻ സാധ്യത ആ ഫാക്ടറാണ്. അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ക്രൈസ്തവരും ഈ ഹിന്ദു വോട്ടർമാരും കൂടി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. തൃശ്ശൂരിൽ അതാണ് സംഭവിച്ചത്. ക്രൈസ്തവർ സുരേഷ് ഗോപി തുറന്നു പറയുകയും ചെയ്തു. അതെ, സുരേഷ് ഗോപിയുടെ വിജയമാണ് അത്. ശരിക്കും അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ അത് മതമാണ്. എന്നാലും ആ ക്യാമ്പയിൻ പ്രകാരം പുള്ളി പറഞ്ഞത് ശരിയാണ്. പുള്ളിക്ക് വേണ്ടി ക്രൈസ്തവർ വോട്ട് ചെയ്തു. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം. മൂന്നാമത്തെ ഒരു ബദൽ വരണമെങ്കിൽ തീർച്ചയായും ക്രൈസ്തവരെങ്കിലും അപ്പുറത്ത് കൂടെ നിൽക്കണം BJP. എന്തുകൊണ്ടോ ഞാൻ പിന്നെ നമ്മൾ ആഗ്രഹിച്ചാണെങ്കിലും തിരുവനന്തപുരത്ത് ആദ്യഘട്ടങ്ങളിൽ ഒരു ചെറിയ ഡൗട്ട്. ഇവിടെ ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചു കയറിയപ്പോ ചില ഇടത് പ്രൊഫൈലുകൾ ഇവിടെ ഇടുന്ന ഒരു പോസ്റ്റിന്റെ സ്വഭാവം ഇങ്ങനെയാണ്: കേരളം ചാണകത്തിൽ ചവിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പറയുന്നു. അങ്ങനെ അകറ്റി നിർത്തേണ്ട, അങ്ങനെ ഒരു ലെവലിൽ സ്ഥിരമായിട്ട് ചാപ്പയടിച്ച് അകറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടോ ഈ പറയുന്ന BJPയെ? എന്താണ് തോന്നുന്നത്? നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ BJP ഇവിടെ വർക്കൗട്ട് ആയാൽ, ഇവിടെ അവർ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ എന്താണ് കുഴപ്പം കാണുന്നത്? എന്റെ അഭിപ്രായത്തില് കേന്ദ്രത്തിലുള്ള അതേ പാർട്ടി കേരളത്തിലുള്ളത് കേരളത്തിന് നല്ലതാണ്. നിങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞു പ്രായോഗികമായിട്ട് അത് നമുക്ക് ഗുണമേ. കാരണം അവര് ആ പേരില് കേരളത്തിൽ കൂടുതൽ അവരുടെ സ്പേസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരും. കേരളം എന്നുള്ള പ്രദേശത്തിന് അത് ഗുണവും. അങ്ങനെ തന്നെയാണ് എല്ലാ സ്റ്റേറ്റുകളും അവർക്ക് വേണ്ടത് മേടിച്ചെടുക്കുന്നത്. അതിനായിരുന്നു നമ്മളിപ്പോ ചന്ദ്രശേഖരനെയും ശരിക്കും ജയിപ്പിക്കേണ്ടതായിരുന്നു. കാരണം ശശി തരൂർ അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതെ, ആര് ജയിക്കുന്നു എന്നുള്ളത് പിന്നെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. എന്നാൽ ഈ കേരളത്തില് ഇതിപ്പോ പ്രവീൺ രവി ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ചേർത്ത് പറയാമായിരുന്നു. കാരണം ഈ പറഞ്ഞ ഡയലോഗ് പ്രവീൺ പറഞ്ഞതിനാണ് പ്രവീണിനെ സംഘിച്ചാപ്പ അടിച്ചത്. ഇങ്ങനെ ഒരു സാധനം, ഇതൊരു സംഘി പ്രിവിലേജ് ആണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വല്ലാതെ അങ്ങ് കരിവാരി തേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. തുടർന്നോളൂ. അതെ, അപ്പൊ അത് നിങ്ങൾക്ക് ഗുണം. അതിപ്പോ നിങ്ങൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ നമ്മളിവിടെ കോൺഗ്രസ് ജയിപ്പിക്കുന്നത് നമുക്ക് ഗുണമാണ്. നേരെ തിരിച്ചു BJP ആണെങ്കിൽ BJPക്കാരെ. പിന്നെ മൂന്നാമതൊരു ബദൽ വരണമെന്നുള്ളത് കേരളത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാരെ, LDFന്റെ പ്രധാന ബേസ് ആയിട്ടുള്ള ഹിന്ദു വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ്. കാരണം മൂന്നാമതൊരു ബദൽ ഇല്ലെങ്കിൽ LDFും UDFും മുസ്ലിങ്ങളെയും
അവരുടെ ആ ഒരു പ്രീണനം എന്നുള്ള രാഷ്ട്രീയം തുടർന്നുകൊണ്ടേയിരിക്കും. ഉം. അത് ഉം. ഇത്തവണയും LDF ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ LDF ചെയ്തതിന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ LDFനാണ് കിട്ടിയത്. അതിന്റെ വോട്ടൊക്കെ BJPക്കും കുറച്ച് സ്ഥലത്തൊക്കെ കോൺഗ്രസിനും പോയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ തൃശ്ശൂരില് ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപി പിന്തുണച്ചെന്നുള്ളത് ഉറപ്പാണ്. ആകെ നമുക്ക് പറയാൻ പറ്റുന്നത് ശശി തരൂർ എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി കാരണം ചന്ദ്രശേഖരൻ ഒരുപക്ഷെ ആ ഒരു കടമ്പ കടക്കാൻ പറ്റില്ല. പക്ഷെ ഭൂരിപക്ഷം ഒരുപാട് കുറഞ്ഞു. അപ്പോ ഹിന്ദുക്കൾക്കിടയിലുള്ള എന്താ പറയാ, പ്രത്യേകിച്ച് ഒരുപക്ഷെ LDFന്റെ വോട്ടർമാർക്കിടയിൽ പോലും ഈ പ്രീണനത്തിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതെ, അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാര് ഈ ഒരു കാരണം കൊണ്ട് അടുത്ത BJP എന്നുള്ള മൂന്നാം ബദല് വേണം, നിങ്ങൾ എത്ര സീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു സീറ്റെങ്കിലും കൊടുത്തല്ലോ, അതിന്റെ വ്യത്യാസം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇനി അടുത്ത ഇലക്ഷനിൽ കാണിക്കും. അവർ ഇത്ര പ്രീണനം ഒരു പക്ഷേ നടത്താൻ സാധ്യത. അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈവുകളിലൊക്കെ പറയുന്ന ആ ഒരു യൂറോപ്പിലേക്ക് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് നമ്മുടെ നാട്ടിലേക്ക് വരും എന്ന് പറയുന്ന ആ വിഷയം, ആ വോക്ക് കൾച്ചർ ഇവിടെ വളർത്താൻ ഉള്ള ആ സാഹചര്യം, വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഈ മുസ്ലിം പ്രീണനം, ഇസ്ലാം മതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തീവ്രവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നത്, അതിനൊക്കെ മൗനസമ്മതം കൊടുക്കുന്നത്, ഇതെല്ലാം ഒന്ന് തടയിടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? കുറയാൻ അത് ഇനിയിപ്പോ സുരേഷ് ഗോപി എന്ത് ചെയ്യും എന്നനുസരിച്ചിരിക്കും. സുരേഷ് ഗോപി ചിലപ്പോൾ പ്രീണിപ്പിച്ചാലോ നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് മൂന്നാമതൊരു ബദൽ വരുന്നതുകൊണ്ടും ഇവരിപ്പോ ഇത്രയും കാലം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ സംഘികൾ അടുപ്പിക്കില്ല, ഒരു സീറ്റ് പോലും കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LDFനും സംഘികൾക്കും ഒറ്റ സീറ്റാണ് ലോക്സഭയിൽ കേരളത്തിൽ. LDF ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇടതില്ലെങ്കിൽ കേരളമില്ല, ഇന്ത്യയില്ല, ഞങ്ങൾ ഒറ്റ സീറ്റ് പോലും RSSനും BJPക്കും കൊടുക്കില്ല. പ്രവീൺ തിരിച്ചെത്തി. ഞാൻ പറയുന്നത് കേക്കാം, എല്ലാം കേക്കാം. ക്യാമറ കംപ്ലീറ്റ് മൊബൈൽ ഫോണിലേക്ക് മാറ്റി. ക്ലിയർ ആണ്, സംഗതി ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, അതായത് രക്ഷപ്പെട്ടത് ആരൊക്കെ, നമ്മൾ ഹാവു രക്ഷപ്പെട്ടു എന്നാണല്ലോ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷപ്പെട്ട ഓരോ ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ ഈ EVM രക്ഷപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. അത് EVM രക്ഷപ്പെടുത്തി എന്ന് തന്നെയാണ്, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തിയത്. അതിലെന്തെങ്കിലും പറയാനുണ്ടോ കൂട്ടി? ഇല്ല, EVM രക്ഷപ്പെട്ടു. EVMന്റെ മേലുള്ള സംശയങ്ങളെല്ലാം ഏതാണ്ട് ഇനി കുറച്ച് മറ്റേ ഈ ഇലിമിനാറ്റി ടീം ഉണ്ടല്ലോ, എന്തിലും സംശയം കാണുന്ന ആൾക്കാരെ, ഇലിമിനാറ്റി ടീമിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കൂടോത്രം വേണ്ടി വരും. ബാക്കി എല്ലാവർക്കും ഏതാണ്ട് ഓക്കെ ആയി സംഭവം. ഇനി അടുത്തത് രക്ഷപ്പെട്ട ആളുകളുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഒരു ഘട്ടമാണ് വന്നത്, അതായത് ഈ മോദി തരംഗം എന്ന് പറയുന്ന ഒരു സാധനം അതിവിടെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം. അപ്പം ഞാൻ അഭിപ്രായപ്പെടുന്നത്, മോദി തരംഗം എന്ന് പറഞ്ഞിട്ടൊരു തരംഗം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മോദിക്ക് പോലും ഗുണമായിട്ടില്ല. അപ്പോൾ വേറെ എന്തൊക്കെ, ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതുപോലും മോദി തരംഗത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മളിവിടെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്റെ അഭിപ്രായത്തിൽ മോദി തരംഗം, മോഡിക്കൊരു എപ്പോഴും ഒരു ഫേവറേറ്റ് ബേസ് ഉണ്ട്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഈ BJPക്ക് കിട്ടിയ വോട്ട് മോഡിയുടെ കുറെയൊക്കെ ഡ്രാമയ്ക്കും, പിന്നെ മോഡി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സംശുദ്ധമായ രാഷ്ട്രീയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫാമിലി ഇല്ല, അദ്ദേഹത്തിന് അഴിമതി നടത്തി കൊണ്ടുപോകണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകിച്ച് മോഡി ഫാൻസിന്റെ അവരിൽ സ്വാധീനം ചെലുത്താൻ മോഡിക്ക് സാധിച്ചിട്ടുണ്ട്. ആ മോഡി ഒറ്റയ്ക്ക് കുറെ വോട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മോഡി അല്ലായിരുന്നു വേറൊരു ഫേസ് ആയിരുന്നെങ്കിൽ ചിലപ്പം BJP ഇതിലും മോശം അവസ്ഥയിലേക്ക് പോയേനെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കിപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു പേടി. കാരണം പണ്ടിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തപ്പി നോക്കുമ്പോൾ ചെരുപ്പിടാത്ത സ്ഥാനാർത്ഥി, മൊബൈൽ ഫോൺ ഇല്ലാത്ത സ്ഥാനാർത്ഥി, ഇതൊക്കെയായിരുന്നു നല്ല സ്ഥാനാർത്ഥിയുടെ ലക്ഷണം എന്നുണ്ടെങ്കിൽ, ഇനി കല്യാണം കഴിക്കാത്ത സ്ഥാനാർത്ഥി, കുട്ടികളില്ലാത്ത സ്ഥാനാർത്ഥി. ഇത് മോഡി ആക്ച്വലി ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ഗാന്ധി. ഗാന്ധിയെ വലിയ രീതിയിൽ കോപ്പി ചെയ്യുന്ന ഒരാളാണ്. ഗാന്ധിജിയുടെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണ ഒഴിച്ച് ബാക്കി എല്ലാ ഡ്രാമകളും പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മുസ്ലിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പുള്ളി വെളിയിൽ പോയി ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് അറബ് രാജ്യങ്ങളിൽ വരുന്നത് ചെയ്യുന്നുണ്ട്, പിന്നെ ഗുജറാത്തിലുള്ള ബോറ മുസ്ലിങ്ങളുടെ അടുത്ത് ചെയ്യുന്നുണ്ട്. സോ പുള്ളിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പുള്ളി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം മോദി ശരിക്കും പറഞ്ഞാല് ഗാന്ധിയെ ഗുജറാത്തിൽ നിന്ന്, അതേ ഗാന്ധിജിയുടെ അതേ സമുദായത്തിൽ നിന്ന്, അതേ ഒരു ട്രേഡ്സിൽ നിന്ന് വന്ന ഒരാളാണ്. പുള്ളിക്കറിയാം ഇന്ത്യയിൽ ഏത് സാധനമാണ് ഏറ്റവും നന്നായിട്ട് ഇമേജ് ബിൽഡിങ്ങിന് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പം
ലാസ്റ്റ് പോയിട്ടിരുന്ന് ധ്യാനിച്ചതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ഒരു ഇതാണല്ലോ. ഈ ആളുകളിലേക്ക് ഇപ്പം രാഹുൽ ഗാന്ധിയും ധ്യാനിക്കുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധിയും ധ്യാനിക്കുന്നുണ്ട്, കെജ്രിവാളും ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ അവരുടേതെല്ലാം ഒരു ആത്മാർത്ഥതയില്ലാത്ത ധ്യാനമായിട്ടാണ് വിലയിരുത്തപ്പെടുക. ഇത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ധ്യാനമായിട്ടാണ്. കാരണം പുള്ളി ഇങ്ങനെയാണല്ലോ ഫുൾ ടൈം. അതായത് ധ്യാനം കഴിഞ്ഞ് നേരെ പട്ടായക്ക് പോകുന്ന ആളെ അങ്ങനെ ആൾക്കാർ ആ ഒരു രീതിയിൽ കാണുന്നു. പുള്ളിക്ക് ഈ ഒരു സംഭവം. ഏതായാലും ഞാനൊരു തീരുമാനം എടുത്തു. ഞാന് സിംഗിൾ ആയിട്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി ആയാലോ. അതൊരു വലിയൊരു ഇതാണ് കേട്ടോ, സാധ്യതയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തില്. ജസീമിന് എന്തെങ്കിലും തീരുമാന മാറ്റം ഉണ്ടോ? അല്ല, ഞാൻ പ്രധാനമന്ത്രി ആയില്ലെങ്കിലും സിംഗിൾ ആവാൻ തീരുമാനിച്ചതാണ്. സിംഗിൾ ആവാൻ മനസ്സമാധാനം ലക്ഷ്യം. യു പിയില് മറ്റേ പുള്ളിയുടെ വാരണാസിയിൽ സംഭവിച്ചതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അവിടെ ഇദ്ദേഹത്തിന് വോട്ട് നമ്മുടെ ഭൂരിപക്ഷം കുറച്ച് ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മോദിയുടെ. അതെ അതാ ഞാൻ പറഞ്ഞ യു പിയിൽ മൊത്തത്തില് ഒരു ഭയങ്കര വലിയ രീതിയിൽ അടിയൊഴുക്ക് വന്നിട്ടുണ്ട്. ഈവൻ കോർ BJP വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ BJPക്ക് കഴിഞ്ഞ 2 ഇലക്ഷനിലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എന്തോ കാരണത്താൽ, ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി എനിക്കൊന്ന് ഭാവിയിൽ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ അനാലിസിസ് ഒക്കെ വരുമായിരിക്കും. അപ്പൊ അതിലൊരു കാരണം ഞാൻ വിചാരിക്കുന്നത് യോഗിയായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണ്. JP നദ്ദയുടെ അവിടുത്തെ ഓപ്പറേഷൻസ് പിഴച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ കോറായിട്ടുള്ള BJP വോട്ടേഴ്സ് ഈ പ്രാവശ്യം ഒന്നെങ്കിൽ വോട്ട് ചെയ്യാതെ പോയില്ല, അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും വോട്ട് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലും വോട്ട് ചെയ്യാൻ പോവാതെ അതിനോടൊരു നിസ്സംഗത പ്രകടിപ്പിച്ച് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യോഗിയെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നത്, നമ്മളിപ്പോ പറഞ്ഞ ഈ കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ കേട്ടു. അതായത് യോഗി ആദിത്യനാഥ് കാരണമാണ് ഈ വികാരം ആളുകൾക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ BJPക്ക് ഈ ഒരു തിരിച്ചടി ഉണ്ടായത് എന്ന് പറയുന്ന ഒരാൾ. അതിപ്പോ അത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇവർ ജയിക്കുകയാണെങ്കിൽ അടുത്ത പണി എന്നുള്ളത് യോഗിയെ സ്ഥാനത്ത് നിന്ന് മാറ്റാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു ശരിക്കും. അത് കെജ്രിവാളിന്റെ ഒരു തിരുപ്പനായിരുന്നു തോന്നുന്നു. കെജ്രിവാൾ ഇവരുടെ ഇടയിൽ ഇളക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. പുള്ളി വളരെ ഒരു ഷ്രൂഡായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആണല്ലോ. ഇനി മോഡിക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല, ഇനി പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല, ഇനി അമിത്ഷാ ആയിരിക്കും ആകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ പുള്ളി അടിച്ചു വിട്ടിട്ടുണ്ട്. വന്നു നമുക്കിനി എനിക്കൊന്ന് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ അനാലിസിസ് ഒക്കെ വരുമ്പോൾ കറക്റ്റ് വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ എടുത്ത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് വോട്ട് മാറിയത്. കാരണം BJPക്ക് നമ്മുടെ ഇലക്ഷന് മുമ്പുള്ള അനാലിസിസിൽ പല സീറ്റുകളിൽ ഏതാണ്ട് 50% കോൺഗ്രസുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് നടത്തുന്നിടത്ത് 50% അവരെക്കാൾ ഓവർ വോട്ടുണ്ട്, കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അപ്പൊ അതിനകത്തൊക്കെ എങ്ങനെ കുറവ് വന്നിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നോക്കണം കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ. പിന്നെ വോട്ടിംഗ് ശതമാനം മൊത്തത്തിൽ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഈ റീജിയണൽ പാർട്ടി എന്നുള്ള വോട്ട് വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനും കൂടുതൽ വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പം റീജിയണൽ പാർട്ടീസ് ഇപ്പൊ BSP പോലത്തെ കുറെ പാർട്ടികളൊക്കെ അപ്രസക്തമാവുകയും അങ്ങനെ BRS അങ്ങനെയൊക്കെയുള്ള പാർട്ടികളിൽ നിന്നുള്ള കുറെ വോട്ടുകൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും വന്നിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ കിട്ടിയത് കോൺഗ്രസിനാണെന്ന് തോന്നുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ വിജയത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് ടോട്ടൽ ഫിഗർ നോക്കിയാൽ ഇപ്പോഴും നമ്മുടെ എക്സിറ്റ് പോൾ പറഞ്ഞതിനകത്ത് ഒറ്റ സ്റ്റേറ്റിലാണ് ശരിക്കും കളി മാറിയത്, UP. രണ്ടൊരു 30-40 സീറ്റ് അവിടെ പോയി. അടുത്തൊരു ഘട്ടത്തിലേക്ക് ഒരു ചെറിയൊരു കാര്യം ഒന്ന് ചോദിച്ചു വെക്കാണ്. അതായത് ഇപ്പൊ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ കൂടി നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ, അവരുടെ ചിഹ്നം പോലും നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ചിഹ്നം നഷ്ടപ്പെടില്ലെന്നാണ് പറയുന്നത്. അതെ രക്ഷപ്പെട്ടു. അതെ, നമ്മളെ രക്ഷപ്പെട്ട കൂട്ടത്തിൽ രക്ഷപ്പെട്ട ഒരു സംഭവം അതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞങ്ങളെ സ്ഥാനാർത്ഥി ജയിച്ചു, ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ ചിഹ്നം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശരിക്കും ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്രയൊരു ഹ്യൂമിലിയേഷൻ സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം അവരുടെ സോഷ്യൽ മീഡിയ വാരിയേഴ്സ്, ക്യാപ്സ്യൂൾ പെറുക്കുകൾ, ഇവരെല്ലാരും കൂടെ ഉണ്ടാക്കുന്ന ഒരു വെറുപ്പുണ്ടല്ലോ. ഇവരോട് വിമർശനം, മാന്യമായ വിമർശനം ഉന്നയിക്കുന്നവരെയൊക്കെ ഇവർ നേരിടുന്ന ഒരു രീതി, ഇവരുടെ ഒരു ധാർഷ്ട്യം, ഇവര് ആരെയും സകല മനുഷ്യരെയും പുച്ഛമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും പൊളിറ്റിക്സ് അറിയത്തില്ല, ബാക്കി എല്ലാവരും ചാണകങ്ങൾ. ഇപ്പൊ തന്നെ
തൃശ്ശൂർ തോറ്റു കഴിഞ്ഞപ്പോൾ ഇവരുടെ സുനിൽകുമാറിനെ ജയിപ്പിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. തോറ്റു കഴിഞ്ഞപ്പോഴത്തേനും തൃശ്ശൂരുള്ള ജനങ്ങൾ മുഴുവൻ ചാണകങ്ങളായി. ഇവരിങ്ങനെ അപഹസിക്കണം. ഞാൻ നോക്കും ഇവരുടെ ഓരോ സോഷ്യൽ മീഡിയ വാരിയേഴ്സിന്റെ പോസ്റ്റ് കാണുമ്പം തൃശ്ശൂർ ചാണകം എടുത്തു, മറ്റേതാണ് മറിച്ചത്. ഇപ്പൊ നാളെ ഇവര് കേരളത്തെ വിമർശിക്കുന്നവർക്കെതിരെ ഇവർ ഭയങ്കര വികാരമാണല്ലോ. കേരളത്തെ വിമർശിക്കുന്ന സംഘികൾ, അല്ലെങ്കിൽ പിന്നെ കേരളം എന്ന് പറയുന്നു, സംഘികൾക്ക് കേരളത്തെ ഇഷ്ടമില്ല. നാളെ ഈ CPM കേരളത്തിൽ തോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തെ തെറി പറഞ്ഞു നടക്കുന്നത് ഈ CPM-കാരായിരിക്കും. ഇവിടെ മൊത്തം ചാണകങ്ങളാണ്, അല്ലെങ്കിൽ മൊത്തം സുഡാപ്പികളാണെന്ന് പറഞ്ഞ് ഇവന്മാരിപ്പോ ഈ പറയുന്നതിന്റെ ഇരട്ടി വൃത്തികേട് കേരളത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ ഇവരെ ജയിപ്പിക്കുക, ഇവരെ എപ്പോഴും തലോടിക്കൊണ്ടിരിക്കുക, ഇവരുടെ നേതാക്കന്മാരെ പോയിട്ട് പറയുക, അവരെ മാത്രമേ ഇവർ പ്രബുദ്ധരായിട്ട് അംഗീകരിക്കുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഇവർക്ക് തോൽവി സംഭവിച്ചാൽ, അപ്പം വടകരയിലെ കാര്യം തന്നെ കണ്ടില്ലേ, ശൈലജയെ ടീച്ചറിനെ തോപ്പിച്ചാൽ അത് വർഗീയതയാണ്. ഞങ്ങളെ ജയിപ്പിച്ചോണം, വർഗീയത ഇല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുക. അത് മാത്രമേ ഒരു ഓപ്ഷൻ ജനങ്ങൾക്ക് മുമ്പിൽ. ജസീമിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് അതിലേക്ക് പൊയ്ക്കോളൂ. അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ചാണകമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, സത്യത്തിൽ ഇപ്പോൾ UP സിറ്റുവേഷനും അതുപോലെ മൊത്തത്തിൽ ഇപ്പോൾ BJP നേരിട്ട ഒരു അവസ്ഥയെ നമ്മളെടുത്ത് നോക്കുമ്പോൾ വലിയ തോൽവിയൊന്നുമില്ല. അതായത് അവർ പറഞ്ഞ 400 കിട്ടിയില്ല എന്നേ ഉള്ളൂ. അതായത് 100 മാർക്ക് കിട്ടിയില്ല, 100 കിട്ടും, 100-ൽ 100 കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 80 കിട്ടി എന്ന് പറയുന്ന ഒരു തോൽവിയില്ല. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, അതാണ് ഒരു പോയിന്റ്. അപ്പൊ പല പോളിസികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഗവൺമെന്റ് വളരെ ഡിസിസീവ് ആയിട്ട് എടുക്കേണ്ട ചില പോളിസികളുണ്ട്. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന UCC പോലത്തെ കാര്യങ്ങളിലൊക്കെ നിതീഷ് എന്ത് അഭിപ്രായം പറയുന്നു, നായിഡു എന്ത് അഭിപ്രായം പറയുന്നു എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പം അവര് എന്തെങ്കിലും ഒരു ഉടക്കിട്ടല്ല നടക്കിയല്ല. പിന്നെ മാർക്കറ്റ് ഇന്ന് വലിയ രീതിയിൽ ക്രാഷ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 4000 പോയിന്റ് ഡൗൺ ആയിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ പോളിസിയിൽ വരുന്ന പല പോളിസികളും നമ്മുടെ പെൻഡിങ്ങിൽ കുറെ പോളിസികളുണ്ട്. ലേബർ റിഫോം, ലേബർ ലോ പാസ്സാക്കിയെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പിന്നെ പ്രോ ബിസിനസ് ആയിട്ടുള്ള കുറെ ലോസ് വരാനുണ്ട്. അപ്പം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മിക്കവാറും വീണ്ടും ഈ പിന്നെ കോൺഗ്രസ്സുകാർ ഓഫർ ചെയ്ത വെൽഫെയറിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പോളിസികളിലേക്ക് കൂടുതലായിട്ട് ഗവൺമെന്റ് പോയി. കാരണം ഈ അപ്പീസ്മെന്റിൽ കൂടെ മാത്രമേ ഇനി ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ എന്ന് BJP വിചാരിക്കുകയും അതിനുവേണ്ടി കൂടുതൽ പോളിസികൾ ആ തരത്തിലേക്ക് ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വികസന കുതിപ്പിനെ അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയുടെ പുറത്താണ് ഈവൻ BJP ജയിച്ചിട്ട് മാർക്കറ്റ് ഇത്രയും ക്രാഷ് ആയത്. ഓക്കെ, അല്ല അപ്പം ഞാൻ ചോദിക്കാൻ വന്നത്, അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു കറക്റ്റീവ്, ഒരു ഇന്റേണൽ കറക്റ്റീവ്, ഒരു മെക്കാനിസം, ഒരു ബയോ ഫീഡ്ബാക്ക് മെക്കാനിസം, ഇപ്പോൾ നമ്മൾ മെഡിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. ചില ഹോർമോൺസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ചില ഹോർമോൺസ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ അതിനകത്ത് ആ ഒരു രീതിയിൽ നിലകൊണ്ടിട്ടുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ചും ഇവിടുത്തെ ഹിന്ദു ജനത അങ്ങനെ നിലകൊണ്ടു എന്ന് ഞാൻ പറയും. കാരണം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്ന് ഇലക്ഷൻ്റെ വാർത്ത അതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് പല ചാനലുകളിൽ ഞാൻ കയറി ഇറങ്ങി നോക്കുകയാണ്. അത് നോക്കുന്ന സമയത്ത് പക്കാ ഹിന്ദു ചാനൽ എന്നൊക്കെ പറഞ്ഞ് ജനൻ TV-യിലൊന്നും അധികം ആരും കാണുന്നില്ല. അതായത് ഇപ്പോൾ 25,000 പേരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മീഡിയ 1-ൽ 110K ആളുകളൊക്കെയാണ് ലൈവിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതല്ലേ. ഇവിടുത്തെ ജനത എന്ന് പറയുന്നത് ഇപ്പോൾ അയോധ്യ വിഷയമുണ്ടായിട്ടും അതല്ലെങ്കിൽ അതുപോലെയുള്ള വർഗീയത, ഇപ്പോൾ ശബരിമല വിഷയമാണെങ്കിൽ പോലും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാൽ ഇവർ വിഴുങ്ങും എന്ന ഒരു ചിന്ത ഉണ്ടാക്കി ഇവിടെയുള്ള ഹിന്ദുക്കൾ മുഴുവൻ ഈ വർഗീയത കൊണ്ടു നടക്കുന്ന ആളുകളാണ് എന്ന് പോലും പറയുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം പോലും നിൽക്കുന്ന ഒരു സമയത്ത് അത് അങ്ങനെയല്ല എന്നും കൂടിയും ഇവിടെ തെളിയിച്ച് കാണിക്കുകയല്ലേ ഇവിടുത്തെ ഹിന്ദു ജനത. എന്താണ് തീർച്ചയായിട്ടും അത് BJPയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ വർഗീയത പറഞ്ഞുകൊണ്ടും അമ്പലം പണിതുകൊണ്ടും ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ സ്വാധീനിക്കാൻ BJPക്ക് കഴിയില്ല. ജനങ്ങള് ഒന്നാമത്തെ കാര്യം 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുക എന്ന് പറയുമ്പം ഏതൊരു ഭരണകൂടത്തിനെതിരെയും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ അപ്ലൈ ചെയ്യും. നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോലിയാണ്. ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ 6-7 കൊല്ലമായി. എനിക്കൊരു ഇൻക്രിമെന്റ് തന്നാൽ പോലും ഇവിടെ നിന്ന് മാറിയേക്കാം എന്ന് നമ്മൾ വിചാരിക്കും. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് മനുഷ്യന്. മറ്റൊരാളെ മാറി പരീക്ഷിക്കാൻ നോക്കുക. പിന്നെ ഏറ്റവും ആരായിരിക്കും ഈ സ്റ്റെബിലിറ്റി ഉള്ള സർക്കാർ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ പോളിസീസ് മികച്ചതാവണം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് വളരെ പ്രോപ്പറായിട്ട് പോകണം, അല്ലെങ്കിൽ എക്കണോമിക് പോളിസികളൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ട് വരുത്തണം എന്നൊക്കെ ആലോചിക്കുന്ന അല്ലെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരാണ് അത്ര ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളത്. ബാക്കി എല്ലാവരും അന്നത്തെ കാര്യം അവിടെ എനിക്ക് കാശ് കിട്ടിയോ, കിറ്റ് കിട്ടിയോ, അല്ലെങ്കിൽ എനിക്ക് ഫണ്ട് കിട്ടിയോ, എനിക്ക് കൃഷി ചെയ്യാനുള്ള വളം മേടിക്കാനുള്ള കാശ് കിട്ടിയോ,
എനിക്ക് പെൻഷൻ കിട്ടിയോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഒരു 80% ഇന്ത്യക്കാരും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും കുറവ് വരികയോ അല്ലെങ്കിൽ അവർക്ക് തികയാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയോടാണ് അവർ പ്രതിഷേധം കാണുന്നത്. അപ്പം വിലക്കയറ്റം വലിയ രീതിയിൽ കോവിഡിന് ശേഷം ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം എല്ലാ ഭരണകൂടങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യത്തെയും ഭരിക്കണം. അത് ഭരണകൂടത്തിന്റെ കൈ നിൽക്കുന്ന ഒരു കാര്യം മാത്രമല്ല. അപ്പൊ ഇത് ഭരണകൂടത്തിന്റെ കൈ നിൽക്കുന്ന കാര്യം മാത്രമല്ലെന്നും ആഗോളപരമായിട്ടുള്ള പ്രശ്നമാണെന്നും ഇൻഫ്ലേഷൻ കൊണ്ടാണെന്നും എത്ര പേർക്ക് മനസ്സിലാവും? അവർക്ക് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ ചെറിയ ആൾക്കാർ. ബാക്കി എല്ലാവരും പിന്നെ BJP പോളിസികളിൽ എനിക്ക് തോന്നുന്നു മിഡിൽ ക്ലാസ് ഫാമിലികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഈ ടാക്സിങ് ഭയങ്കര ഒരു ടാക്സ് കൊള്ള ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഭീകരമായിട്ടുള്ള GST, ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്ന പകുതി കൂടുതൽ സർക്കാർ കൊണ്ടുപോകണം. ഇപ്പം ഒരു ബ്രോക്കേഴ്സ് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള ഒരു സ്പീച്ചിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ബ്രോക്കറിന് എടുക്കുന്ന കമ്മീഷന് കൂടുതലാണ് സർക്കാർ ഓരോ ട്രാൻസാക്ഷനും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ടും STT ആയിട്ടും ഒക്കെ വെട്ടിയെടുക്കുന്നത്. അതായത് ഏതൊരു ട്രാൻസാക്ഷൻ, ഒരു കച്ചവടം നടക്കും, 1 ലക്ഷം രൂപയുടെ സാധനം വിൽക്കുക, 18% GST എന്ന് പറയുമ്പോൾ ആ കടക്കാരനെ ലഭിക്കുന്ന കൂടുതൽ പ്രോഫിറ്റ് ആണ് സർക്കാർ ടാക്സ് ആയിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നത്. ദിസ് ഇസ് ടു മച്ച്. ആക്ച്വലി ടാക്സ് ഉള്ള ഭയങ്കര രൂക്ഷമാണ്. ഇവരെന്ത് വികസനമാണെന്ന് പറഞ്ഞാലും എന്ത് കാര്യത്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാലും ഈ രീതിയിൽ സാധാരണക്കാരുടെ നടുപൊടിക്കുന്ന തരത്തിലുള്ള ഒരു ടാക്സ് ഉള്ള ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെതിരെയുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് ഈ ഒരു റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ജനങ്ങൾ അതിന് എന്നിട്ടും ഇത്രയും കിട്ടി എന്നതിൽ BJP സന്തോഷിക്കുകയാണ് വേണ്ടത്. അതെ. എന്താണ് ജസീമിന് അതിനോട് പ്രതികരിക്കാനുള്ളത്? അതെ. അപ്പൊ പ്രവീൺ പറഞ്ഞ പോലെ ഈ വോട്ട് ചെയ്യുന്ന ആളുടെ കാരണം പ്രധാനമായിട്ട് ഈ BJPയുടെ വോട്ടർമാരെ നിങ്ങൾ എന്താ പറയാ, ഈ വർഗീയതൊക്കെ പോട്ടെ, നമ്മുടെ വോട്ടർമാരുടെ ഒരു പ്രധാന ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അത് ചിലർ പറഞ്ഞു കേട്ടെ, ഇത് എന്റെ അഭിപ്രായം ഒന്നുമല്ല. അതായത് അവര് രണ്ട് കൂട്ടത്തിലായിരുന്നു, ഇപ്പൊ കോൺഗ്രസ് ആവട്ടെ BJP, രണ്ട് ഭാഗത്തു നിന്നും എത്രത്തോളം സബ്സിഡികൾ, എത്രത്തോളം ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള പ്രവണതയിൽ വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് പലപ്പോഴും ഈ രാഹുൽ ഗാന്ധി ഒക്കെ ഇപ്പൊ അങ്ങനത്തെ ഒരു ക്യാമ്പയിനാണ് തുടങ്ങിയത്. സബ്സിഡി നിങ്ങൾ പണം അവിടുന്ന് മേടിച്ചിട്ട് ഇവിടെ വിതരണം ചെയ്യും. അപ്പൊ അതിലൊക്കെ ചെറുതായിട്ടൊക്കെ UP-യിലെ ഒരുപക്ഷെ റൂറലായിട്ട് ഉള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അത് ചിലപ്പോൾ ക്ലിക്ക് ആയിട്ടുണ്ടാവും എന്ന് ഒരുപക്ഷെ നമുക്ക് കരുതാൻ പറ്റും. കാരണം പിന്നോക്കാവസ്ഥ എന്നുള്ളതും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് അത് തിരസ്കരിച്ച് പോകാൻ പറ്റില്ല. അവർ എല്ലാതും മനസ്സിലാക്കി ഒരു പാർട്ടിയുടെ അവരുടെ ഫാക്ച്വലായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ കുറവാണ്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമല്ല പ്രശ്നമുണ്ട്, അത് മറ്റു രാജ്യങ്ങളും അമേരിക്കയിലടക്കം പ്രശ്നമുണ്ട്. കോളേജ് ഡിഗ്രി ഇല്ലാത്ത ആളുകൾ ഈ ഇത്തവണ ട്രംപിന് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. അപ്പോ ട്രംപ് ഇത്രയും കാണിച്ചിട്ടും അയാൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അത് അങ്ങനെ ലോജിക്കലായി അല്ല എല്ലാവരും വോട്ടിങ്ങിന് വേണ്ടി പോകുന്നത്. അത് ഇന്ത്യയിൽ പൊതുവിൽ രണ്ട് പക്ഷത്തുനിന്ന് ഇപ്പൊ പൊതുവിൽ ബൈനറി ആയിട്ടാണല്ലോ വോട്ടിംഗ് നടക്കുന്നത്. കോൺഗ്രസ്, BJP അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തെ പ്രധാന രണ്ട് പാർട്ടികൾ. അപ്പൊ അവര് രണ്ട് കൂട്ടരുടെ ഇടയിൽ നിന്ന് അവര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് സബ്സിഡികളോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ, പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ മേടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ശ്രമം പലപ്പോഴും വോട്ടർമാർ നടത്താറുണ്ട്. അതിന്റെ ഒരു കറക്ഷൻ ആയിരിക്കും ചിലപ്പോൾ UP-യിൽ നടന്നത്. അതുപോലെ ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, മൂന്നാമത്തെ തവണയും ഇൻകംബന്റ് ആയ ഒരു ഗവൺമെന്റിന് തിരിച്ചു വരാൻ പറ്റുക എന്നുള്ളത് സഖ്യത്തിലൂടെ ആണെങ്കിലും അതൊരു നിങ്ങളുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമാണ്. പ്രത്യേകിച്ച് BJP-യുടെ ചരിത്രം അവര് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മറ്റേ ഇന്ത്യ ഷൈനിങ് എന്നുള്ള ക്യാമ്പയിൻ അവർ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തവണ ഇത്രയും അവർക്ക് മൊമെന്റം ഉണ്ടായിരുന്നൊക്കെ പറയാം. പക്ഷെ മൂന്നാമത്തെ തവണ ഇത്രയും അവര് ഭൂരിപക്ഷം എത്തിയില്ലെങ്കിൽ ഏകദേശം ഒരു 30 സീറ്റ് കുറവിൽ അവര് സ്വന്തമായിട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിട്ടുണ്ട് ഇപ്പോഴും. അതൊരു ചെറിയൊരു കാര്യമല്ല, അത് പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഇത്രയും എന്താ പറയാ, മൂന്നാമത്തെ തവണ ഇതുപോലെ ഒരു സർക്കാരിന് തിരിച്ചു വരാൻ പറ്റുക എന്നുള്ളത് അത് നമുക്ക് എന്താ പറയാ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷെ എനിക്കറിയില്ല, ചിലപ്പോൾ കോൺഗ്രസ് കുറെ മാറി മാറി ഭരിച്ചുകൊണ്ട് നമുക്കത് തോന്നുന്നില്ല. പക്ഷെ BJP പോലെ ഒരു പുതിയൊരു പാർട്ടി, നെഹ്റു ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് മോഡിയാണ് 3ാമത്തെ പ്രശ്നം. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ശരിയാണ്, 245 സീറ്റ് ഒറ്റയ്ക്ക് നേടി എന്ന് പറയുമ്പോൾ ഒരു വലിയ നേട്ടം തന്നെയാണ് 3ാമത്തെ പ്രാവശ്യം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. പ്രതിപക്ഷത്തെ ഒരു ശക്തനായിട്ടുള്ള നേതാവ് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ടിങ് ഒക്കെ ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള അന്വേഷണങ്ങള് പലതരത്തിൽ ഇവർ പൂട്ടാൻ നോക്കിയിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികളെ. പിന്നെ അവര് തമ്മിലുള്ള ഐക്യമില്ലായ്മ,
ഇതിനകത്തുനിന്നെല്ലാമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത്രയും സീറ്റ് നേടിയത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് പ്രതിപക്ഷം തോറ്റെങ്കിലും അവർക്കൊരു വിജയത്തിന്റെ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അത്ര ഒരു എന്താ പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് അവർ നേരിട്ടത്. ബിക്കോസ് BJP-യുടെ കയ്യിൽ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു എത്ര കോടി രൂപ അവർ സമാഹരിച്ചു. ബാക്കി ആൾക്കാർക്കൊന്നും അത് സാധിച്ചിട്ടില്ല. അതേപോലെ അവരുടെ കയ്യിലാണ് എല്ലാ അന്വേഷണ ഏജൻസികളും. അവർക്ക് ആരെ വേണേലും പൂട്ടാം. ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും BJP-ക്ക് ഫേവറബിൾ ആയിട്ട് പല ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. അപ്പം അവിടെയെല്ലാം അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു വിജയം ഇന്ത്യ മുന്നണി സ്വന്തമാക്കി എന്ന് പറയുമ്പം അതൊരു ചെറിയ കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ രക്ഷപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ എണ്ണുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പ്രതിപക്ഷമാണ്. കാരണം ഇവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല, ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സത്യത്തിൽ ഇത്തവണ നമുക്കിവരെ തോറ്റു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഭരണകക്ഷിയാകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം പിന്നെ ആകേണ്ടത് ഒരു മികച്ച പ്രതിപക്ഷമെങ്കിലും ആവുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ആകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷനിൽ CPM-നെ കുത്തി പറഞ്ഞാണോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അല്ല, ഞാൻ കാര്യമായിട്ട് പറയാണ്. കാരണം ഇത് ഇവിടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഒരു വലിയ ഒരു രക്ഷയായിട്ടും നമ്മൾ അവിടെ പറയാറുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ മോദിക്ക് ആസ് ആൻ ഇന്ത്യൻ ലീഡർ പുറത്ത് രാജ്യങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും അവരുടെ ഒരു ഗുഡ് ബുക്കിലേക്ക് കയറാനൊക്കെ പറ്റിയിട്ടുണ്ട് കുറേയെങ്കിലും. പക്ഷെ അപ്പോഴും ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ വലതുപക്ഷത്തിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ ആ ബുക്കിലേക്ക് കയറാൻ പറ്റാതെ ഇരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ മോദിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് താനും. അത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പല സ്റ്റേറ്റ്മെന്റ്സും ആ രീതിയിലേക്ക് വരുന്നു. അപ്പോൾ യെസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഇന്ത്യൻ ജനതയുടെ മുന്നിലും ഒരു അക്കൗണ്ടബിലിറ്റി, ആ സംഗതിയെക്കുറിച്ച് ഒരു വലിയ ഘട്ടത്തിലെങ്കിലും ഒരു വലിയ സമയവും മോദി കാര്യമായിട്ട് അതിനെ ഗൗനിച്ചിരുന്നില്ല എന്ന് തോന്നുന്നിടത്ത് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാവുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന ഒരു സംഗതി. അതായത് ഇപ്പോൾ ഒറ്റവാക്കി പറഞ്ഞാൽ ഈ ഇലക്ഷനിലെ റിസൾട്ട് ഇത് തോൽവിയൊന്നും അല്ല എന്നുണ്ടെങ്കിലും ഇത് മോദിക്ക് ഇങ്ങനെ ഇവിടെ കിട്ടുന്ന ഒരു തട്ട് പോലെയാണ്, ഒരു പിച്ച് കിട്ടുന്ന പോലെയാണ്. അടങ്ങിയിരിക്കട എന്ന് പറയുന്ന ആ ഒരു ലൈൻ, ആ ഒരു അഹങ്കാരത്തിൻ്റെയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഗതിയുടെ. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് പെരടിക്കൊരു അടി കിട്ടിയ പോലെയാണ്. ആ രീതിയിൽ നമുക്കിതിനെ കണ്ടുകൂടെ? ഇതുകൊണ്ടൊക്കെ ഇവർ പഠിച്ചാൽ നല്ലതാണ്, ഈ കാഴ്ച നല്ലതാണ്. ഇതുകൊണ്ട് പഠിക്കുന്നില്ല എങ്കിലാണ് പ്രശ്നം. ഇത് പഠിക്കുന്ന ഞാൻ പറയാം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ തവണ അനായാസമായ ഒരു വിജയവും ഒരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മളുടെ കാര്യം വലിയ കട്ടപ്പുകയായിരിക്കും എന്നാണ് എപ്പോഴും നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത്. ഇതുപോലെ വരണം എന്ന് തന്നെയായിരുന്നു നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നത്. ഇങ്ങനെ വന്നാലാണ് അടുത്ത തവണയും ഞാൻ പറയുക, ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയതുകൊണ്ടും ഇവിടെ മോദി ഭരിച്ചാൽ ഇനി വരുന്ന 5 വർഷം അടുത്ത തവണയും BJP തന്നെയാണ് കയറുക എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം അത് കുറച്ചും കൂടി അവർക്ക് കെയർഫുൾ ആകാനും അവർ നടത്തിയിട്ടുള്ള സംഗതികളിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താനുള്ളൊരു സാഹചര്യം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥി BJP-യുടെ കയറുമ്പോൾ പ്രീണനമായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷം എങ്ങനെയാണോ പ്രീണനത്തിൻ്റെ എൻജിൻ ഓഫാക്കി വെക്കുക, സമാനമായ രീതിയിൽ BJP-യിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് വഴിവെച്ചാൽ അടുത്ത തവണയും അല്ലെങ്കിൽ അതിൻ്റെയും അടുത്ത തവണയൊക്കെ കയറാനുള്ള സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്ത് തോന്നുന്നില്ല? ഇവര് 2019 ഇത്രയും വർഗീയത പറഞ്ഞിട്ടില്ല. കാരണം അവർക്കത് കോൺഫിഡന്റ് ആയിരുന്നു ജയിക്കുമെന്ന്. ഈ ഒരു ഇലക്ഷൻ ആയപ്പോഴത്തേനും ഇവര് അവസാന നിമിഷങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു ഹേറ്റ് സ്പീച്ചിലേക്ക് പോയി. അപ്പൊ തന്നെ നമ്മളെല്ലാവരും പലരും പറഞ്ഞിരുന്നു ഇത് ഒരു തോൽവി ഭയന്നിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇവർ ഈ RSS എന്ന് പറയുന്ന സംഘടന ഒരു വലിയ ഭയങ്കരമായിട്ടുള്ള സ്ട്രാറ്റജി, ഭയങ്കര സംഭവമാണ്, മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ ഇടതുപക്ഷം ലിബറൽസും ഒക്കെ പറഞ്ഞു വരുത്തുന്നെങ്കിലും എന്റെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ച് RSS വലിയ സംഭവമൊന്നുമല്ല. RSS അങ്ങനെ ഒരു സംഭവമായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ പണ്ടേ ഒരു ഹിന്ദു സർക്കാർ ഭരിച്ചേനെ. ഇവിടെ ജാതി പൊളിറ്റിക്സ് ആണ് പ്രധാനമായിട്ടും വടക്കേ ഇന്ത്യയിൽ കളിച്ചുകൊണ്ടിരുന്നത്. ജാതി പൊളിറ്റിക്സിനെ വെല്ലാൻ ഇവര് എപ്പോഴും ഉപയോഗിച്ചിരുന്നത് ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ശത്രുപക്ഷത്തെ അവിടെ നിർത്തിക്കൊണ്ടാണ് ഈ ജാതികൾ തമ്മിലുള്ള വൈര്യം മറന്ന് ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കുന്നത്. അതിന്റെ തീവ്രത പോകും തോറും, അതായത് ഇസ്ലാം ഈസ് നോട്ട് സോ ഡേഞ്ചറസ് എന്ന് ആളുകൾക്ക് മനസ്സിലാകും തോറും ഇതിനകത്തെ കോൺഫ്ലിക്റ്റ് കൂടും.
ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പിന്നെ വിട്ടു പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പലപ്പോഴും ഇസ്ലാം മതവിശ്വാസികളോടും ഒക്കെ പറയുന്നത് ഈ ഹെയ്റ്റും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പബ്ലിക് ഇതുമൊക്കെ കുറയ്ക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിസ്റ്റുകളെയൊക്കെ നമ്മൾ എപ്പോഴും ആ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ എതിർക്കുന്നത്. കാരണം അതാണ് ശരിക്കും ഇവര് ഈ ഹിന്ദു മുന്നണിയെ അല്ലെങ്കിൽ ഹിന്ദു പല ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കീ. പിന്നെ ഈ പറഞ്ഞ അയോധ്യ അമ്പലം അതേതായാലും പൊളിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഇപ്പം അവർക്ക് മനസ്സിലായി. അപ്പൊ ഈ ആർ എസ് എസിന്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ദേ ആർ വെരി വീക്ക് ഇൻ ക്രിയേറ്റിംഗ് നരേറ്റീവ്സ് എന്നുള്ളതാണ്. എപ്പോഴും ലോകത്തെല്ലായിടത്തും ലെഫ്റ്റ് എക്കോസിസ്റ്റം ആണ് നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അവര് വെദർ ദേ ആർ ഇൻ പവർ ഓർ നോട്ട്, ലെഫ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ കയ്യിലാണ് നരേറ്റീവ് ബിൽഡിങ്. അവരാണ് പൊളിറ്റിക്സിന്റെ നരേറ്റീവ് സെറ്റ് ചെയ്യുന്നത്. റൈറ്റ് വിങ് എപ്പോഴും ഇമോഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇമോഷൻസ്, അതിനകത്ത് നാഷണലിസം കാണും, ജാതി കാണും, മതം കാണും. ദേ ആർ ഓൾവേസ് പ്ലേയിങ് വിത്ത് ദോസ് കാർഡ്സ്. പക്ഷെ അതിന് എപ്പോഴും ഒരു ഫയർ കാണില്ല. നിങ്ങൾ ശത്രുവും എതിർപക്ഷമൊക്കെ ഉണ്ടപ്പോഴേ അത് വിജയിക്കുള്ളൂ. ഇപ്പൊ യൂറോപ്പിൽ തന്നെ ഈ റൈറ്റ് വിങ് കയറി വരുന്നത് ഈ ഇസ്ലാം മൈഗ്രേഷൻ, മുസ്ലിം മൈഗ്രേഷൻ അങ്ങോട്ട് ചെന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഈ റൈറ്റ് വിങ് ഇത്രയൊന്നും അവിടെ എവിടെയും ഇല്ലായിരുന്നു. വി നെവർ ഹേഡ് അബൌട്ട് ദം. അവർ പെട്ടെന്ന് ശക്തി പ്രാപിച്ചു. അപ്പൊ അതേപോലെ തന്നെയാണ് ഇന്ത്യയിലും. അല്ലാതെ ഇത് ദേ ആർ നോട്ട് റിയലി ഗുഡ് ഇൻ നരേറ്റീവ് ബിൽഡിങ്. അതേപോലെ തന്നെ അവർക്കെതിരെ വരുന്ന ഇപ്പം ലെഫ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ ആളുകളുടെ ഒരുപാട് കൃത്രിമമായിട്ടുള്ള ഇരവാദം, അതേപോലെ തന്നെ ഒരുപാട് പുക സംഭവങ്ങള്, അതേപോലെ തന്നെ റോങ് ആയിട്ടുള്ള പിന്നെ സയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന, അതേപോലെ പല രീതിയിൽ അവര് പല ഗിമ്മിക്കുകൾ കാണിക്കാറുണ്ട്. ഇതിനെ പൊളിക്കാനോ ഇതിന് കൃത്യമായിട്ട് കൗണ്ടർ നരേറ്റീവ്സ് ഉണ്ടാക്കാനോ ഒന്നും ആർ എസ് എസിനെ കൊണ്ട് കഴിവില്ല. ആർ എസ് എസ് ഈ വികാരത്തിന്റെ പുറകെ വികാരമുള്ള ആളുകളെ ഉപയോഗിക്കുക. അങ്ങനെയാണ് രാമജന്മഭൂമി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോ ആ കാര്യത്തിൽ ആർ എസ് എസ് ഒരു വൻ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ധ്രുവിന്റെ വീഡിയോ തന്നെ നമ്മൾ വന്നു, നമുക്കത് കാണുമ്പോൾ അറിയാം, 20 മിനിറ്റ് കാണുമ്പോൾ അറിയാം അതിനകത്ത് കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തൊരു മറുപടി വീഡിയോ ചെയ്യാൻ ഒരാൾ പോലും ബി ജെ പിയിലില്ല. പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൻ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്, ഇവൻ മറ്റവനാണ്, ഇവൻ മുസ്ലിമാണ്, ഇവന്റെ യഥാർത്ഥത്തിലുള്ള പേര് മുഹമ്മദ് ഷാ അർഗുർ ഖോറി എന്നാണ്. ഇത് കൂട്ടുള്ളത്തരമാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതേ കാര്യമാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റുകളും ചെയ്യുന്നത്. ഇപ്പം ശ്രീത്ത് പണിക്കരുമായിട്ട് പിന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റാതെ വരുന്നതിന് ശ്രീത്ത് പണിക്കരെ ബഹിഷ്കരിക്കുക, ഇവൻ അതാണ് ഇതാണെന്ന് പറയുക. അപ്പം ഇതേപോലെ നിങ്ങളെ എതിർക്കുകയും നിങ്ങളെ കൃത്യമായിട്ട് വിമർശനം ഉന്നയിക്കുകയും ചെയ്ത് അവൻ നുണയായിക്കോട്ടെ പറയുന്നത്. നിങ്ങൾ കറേജസ് ആയിട്ട് ഇപ്പൊ ആരിഫിനെ പോലെ മാത്രം, ആരിഫ് ഇവിടെ എത്രയോ ആൾക്കാരെ വിളിച്ച് ഇവിടെ ലൈവില് ആരിഫിനെ തെറി വിളിക്കുന്നവരെ വിളിച്ച് ആരിഫ് ചർച്ച ചെയ്യാറുണ്ട്. സോ അതൊരു ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് എതിർ ശബ്ദത്തെയും തങ്ങളെ വിമർശിക്കുന്നവരെയും കേൾക്കണം. അവർ പറയുന്നത് എന്താണെന്ന് പോയി കേട്ടിട്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൗണ്ടർ ചെയ്യണം. അതേപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മാറാൻ ശ്രമിക്കണം. ഇവര് എല്ലാരെയും ക്യാൻസൽ ചെയ്യാൻ നടക്കണം. ലെഫ്റ്റ് എങ്ങനെയാണോ തകർന്നത് അതേപോലെ തന്നെയാണ് ഇവര് ആ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ശരിക്കും റോങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിമർശനങ്ങൾക്ക് കൗണ്ടർ ആയിട്ടുള്ള മറുപടികൾ കൊടുക്കുകയാണ് വേണ്ടത്. അതിന് കഴിവില്ല. അപ്പൊ കഴിവില്ലാതെ വരുമ്പോ എന്ത് ചെയ്യും? തെറി വിളിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇവൻ മറ്റേ ജർമ്മൻ ഷെപ്പേർഡാണ്, മറ്റേതാണ്, ഇസ്ലാമിന്റെ ഇതാണെന്നൊക്കെ പറയും. ഇത് ജസീമിന് അതിൽ എന്താ ആഡ് ചെയ്യാനുള്ള ആ ഒരു കാര്യത്തില്? അതെ, നമ്മള് ഇത് എനിക്ക് തോന്നുന്നൊരു സൈക്കിളാണ്. ഇതിപ്പോ നമുക്കിപ്പോ 2019 ദേശീയത വർക്ക് ചെയ്തു, പക്ഷെ അത് 2024 അത് എത്തുമ്പോ അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പീക്ക് വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കർണാടക നോക്ക്, കർണാടകത്തിലെ നിയമസഭയില് എന്താ സംഭവിച്ചത്? അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ അവിടെ അപ്പൊ ഇത് നമുക്ക് ബ്രോഡായിട്ട് ഈ ഒരു കാര്യം ഈ ഇലക്ഷനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോള്. കാരണം എക്സിറ്റ് പോളുകൾ അവർ പ്രവചിച്ചത് ചെറിയൊരു 10-20 സീറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാം. പക്ഷെ അത് വളരെ ദൂരമായിരുന്നു. ഇപ്പൊ നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപക്ഷെ യു പിയിലെ കാര്യം അവർ ഒരിക്കലും കണ്ടുപോലുമില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഹിന്ദു വോട്ടർമാരെ ആരും ഒരു എന്താ പറയാ ബി ജെ പിക്ക് മാത്രം, മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയല്ല ബി ജെ പിയുടെ വോട്ടർമാരോ കോൺഗ്രസിന്റെ വോട്ടർമാരോ ആയ ഹിന്ദുക്കൾ. പ്രത്യേകിച്ച് അവർക്കിടയിൽ കുറെ ഫാക്ടർ ഉണ്ട്. ഒന്ന് ജാതി, അല്ലെങ്കിൽ അവരുടെ മതം ചിലപ്പോൾ ഒരു ഫാക്ടറാണ്. അവരുടെ പ്രദേശം, അവരുടെ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ, ഹിന്ദുക്കളുണ്ട്. പിന്നെ ഉള്ളത് ഈ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇത് എപ്പോഴും മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്ന പോലെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന
പ്രവണത പൊതുവിൽ ഹിന്ദുക്കൾക്ക് എല്ലാ കാലത്തും ഇല്ല. ചിലപ്പോൾ അതിന്റെ ഒരു സമയം ഒരു പീക്ക് നമുക്ക് കഴിഞ്ഞു എന്ന് പറയാം. 2019 ഒരു പക്ഷേ BJPക്ക് അത് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ UP-യിലെ റിസൾട്ട്, UP ആണ് ഏറ്റവും വലിയ ഷോക്ക്. കാരണം UP-യിലാണ് BJPയുടെ എല്ലാ മതപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ശരിക്കും വോട്ടായി മാറേണ്ടിയിരുന്നത്. പക്ഷെ അതൊന്നും അവിടെ സംഭവിച്ചില്ല എന്നുള്ളത് ഒരു പക്ഷേ ഇത് പിന്നെ അവസാന ഘട്ടത്തിൽ BJP കുറച്ച് ഡിഫെൻസീവായിട്ട് അവർ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഡിഫെൻസീവായിട്ട് പല സ്റ്റേറ്റ്മെന്റുകളും പറയാൻ തുടങ്ങി. മോദി തന്നെ, എനിക്ക് അമിത്ഷാ, അവര് ഭരണഘടന ഞങ്ങൾ തിരുത്താൻ പോകുന്നില്ല, ഞങ്ങള് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഞങ്ങൾ അപരവൽക്കരിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇടയ്ക്കൊക്കെ നടത്തി. നരേന്ദ്രമോദി പറഞ്ഞു അങ്ങനെ വല്ലതും ഞാൻ ആ വർഗീയത കളിക്കുകയാണെങ്കിൽ ഞാൻ പിന്നീട് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ. അപ്പൊ ഡിഫെൻസീവ് ആയതുകൊണ്ടും ഒരുപക്ഷെ അതും ആളുകൾക്ക് അതൊരു പ്രശ്നമായിട്ട് അവർ കരുതി അത് തിരിച്ചു വോട്ട് ചെയ്യാനുള്ള സാധ്യത. പിന്നെ കേരളത്തിന്റെ കാര്യത്തിൽ നമ്മൾ മറന്നുപോയൊരു കാര്യം CAA വെച്ച് ഇവിടെ നടത്തിയ ക്യാമ്പയിൻ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മളുടെ ഹിന്ദു ജനത അവരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, ഇൻക്ലൂഡിങ് BJP. അത് നമുക്ക് തർക്കമില്ല. ഹിന്ദുക്കള് മാറി മാറി വോട്ട് ചെയ്യും. അവര് ആ ഒരു മതത്തിനകത്ത് കുരുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവര് പൊതുവേ എനിക്ക് തോന്നുന്നു പഠിക്കാൻ വിദ്യാഭ്യാസം നേടുകയും അങ്ങനെ മുന്നോട്ട് വരുന്ന ആളുകളൊക്കെ അവർ കുറച്ച് ലിബറൽ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് അത് സാധിക്കും. ഇപ്പം മലപ്പുറത്ത് എന്ത് വന്നാലും മുസ്ലിം ലീഗ് ജയിക്കുള്ളൂ. അത് മതേതര വോട്ടാണ് പല ആളുകൾക്കും. അത് മതേതര വോട്ടല്ല, അതൊരു മതത്തിന്റെ വോട്ട് തന്നെയാണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതേസമയം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ടത് ഈ ഇത്രയും കാലം കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനത തന്നെയാണ് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPക്ക് വോട്ട് ചെയ്തവർ തന്നെയാണ് മാറി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. സോ ഇവരെല്ലാം ഈ ചാണകം എന്ന് വിളിക്കുക, വടക്കേ ഇന്ത്യ മുഴുവൻ നോക്കുക, ഈ ലെഫ്റ്റ് നാരേറ്റീവ് നോക്കി എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ വേണ്ടാന്ന് വെക്കുന്ന ജനങ്ങളെ ഇവര് ഡീൽ ചെയ്യുന്നത്. ഒരു എത്ര മോശമായിട്ടാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മണ്ഡലം അവർക്കെതിരെ നിന്നപ്പോഴത്തേന് അവർ മൊത്തം ചാണകമായി. തൃശ്ശൂരുകാർ, അതുപോലെ സുനിലേട്ടനെ അറിയാത്ത തൃശ്ശൂരുകാരില്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് തൃശ്ശൂരുകാർ മുഴുവൻ ചാണകമായി. ഇവരുടെ ഈ അരഗൻസ് ഉണ്ടല്ലോ, ഇതാണ് ഇവരുടെ പരാജയം. ഇവർ ബംഗാളിൽ നിന്ന് ഒതുങ്ങി ത്രിപുരയും പോയി അവസാനം ഈ കനൽ ഒരു തരിയായി നിൽക്കുന്നതിന്റെ കാര്യം ഇവരുടെ ഈ അരഗൻസ് ആണ്. ഇവർക്കൊരിക്കലും ഒരു മര്യാദയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ടോ അവരുടെ എതിരാളികളെ ഡീൽ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അവര് രാഹുൽ ഗാന്ധി, ഇവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് വരെ പറഞ്ഞു ഇവര്. അതായത് ഇവർക്ക് ഇവരെ ഒരു സുഹൃത്തായിട്ട് ഒരു അലയൻസ് ആയിട്ട് നമുക്ക് കൂടെ പോലും കൂട്ടാൻ പറ്റില്ല. അത്രയും മാത്രം ഇതായിട്ടാണ് ഇവർ പെരുമാറുന്നത്. ഇവരുടെ തോൽവിയോ ഇവരുടെ പരാജയമോ മുന്നിൽ കാണും, ഇവരെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പലപ്പോഴും ഇവരെ വിമർശിക്കാൻ കൂടുതലായിട്ട് സമയം മാറ്റി വയ്ക്കുന്നത്. കാരണം അത്രത്തോളം ഒരു പുച്ഛമാണ് ഇവർക്ക് മറ്റുള്ള ആൾക്കാരോടുള്ളത്. ഒരു കാര്യം ഇവിടെ അടുത്തതായിട്ട് നമുക്കറിയാമായിരുന്നു ഇവിടെ ഒരു നല്ലൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആ പ്രതിപക്ഷത്തിൻ്റെ കുറവ് നികത്തുന്നതിൽ വലിയൊരു പങ്ക് ധ്രുവറാട്ടി വഹിച്ചിട്ടുണ്ടോ? പറഞ്ഞതിൽ പല അബദ്ധങ്ങളൊക്കെ ഉണ്ടൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും വോട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ജനതയെ ഒന്ന് വാൺ ചെയ്യുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം, ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്, നമ്മുടെ നെടുമുടി വേണു സ്റ്റൈലിൽ പറയാൻ ധ്രുവറാട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയും? ധ്രുവറാട്ടിക്ക് ഒരു റോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഇത് ഞാൻ പലർക്കും സോഷ്യൽ മീഡിയയുടെ ശക്തി മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞാനിത് പോസ്റ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞു ധ്രുവറാട്ടിയുടെ വീഡിയോ കണ്ടത് 2 കോടി ജനതയാണ്. എത്ര വോട്ടർമാർ ഇന്ത്യയിലുണ്ട്? ഇവർ വിചാരിക്കുന്ന ഈ 2 കോടി ജനങ്ങൾ ധ്രുവറാട്ടിയുടെ വീഡിയോ കണ്ടിട്ട് അവർ പോയി വോട്ട് ചെയ്യുമെന്ന് നമ്മൾ പറയുന്നതാണ്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് കാണും? ഒരു 10,000 പേരില്ല 15,000 പേര് കാണുന്നില്ല. ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവരുടെ കൂട്ടുകാരോട് പറയും. ഇവരുടെ സൗഹൃദ സദസ്സുകളിൽ സംസാരിക്കും. ഇങ്ങനെയുള്ള ആശയങ്ങൾ ഇങ്ങനെ കൈമാറി പോകുന്നത്. ഇപ്പൊ എന്റെ വീഡിയോ, ഞാൻ സോഷ്യലിസത്തിനെതിരെ ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളത് കൂട്ടുകാരുടെ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. അവരൊരു 2 വീഡിയോ കാണുന്നവരല്ല ആ കൂട്ടുകാർ. അപ്പൊ അവര് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പം ഇവൻ തിരുത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവൻ അത് പറയുന്നു, അപ്പൊ അവരത് കേൾക്കുന്നു. സോ ദിസ് ഈസ് ഹൗ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അപ്പം ധ്രുവിന്റെ വീഡിയോ കാണുന്ന ഒരു 2 കോടി ജനതയിൽ ഒരു 50% ആൾക്കാർ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമുള്ളവരാണെന്ന് വിചാരിച്ചു. അത്യാവശ്യം യൂട്യൂബ് എടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ളതാണ്. അവർക്ക് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത വളരെ സാധാരണക്കാരായ ആൾക്കാരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും. Yes. അപ്പൊ അങ്ങനെയൊക്കെ
അല്ല, ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ എൻ്റെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോയ കോളിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഏറ്റവും വലിയ പരാതി എൻ്റെ ചാനൽ മുസ്ലിങ്ങൾ ആരും കാണുന്നില്ല എന്നായിരുന്നു. എന്നാൽ ഇതിനോടുള്ള പ്രതികരണവും അവരതിനോട് എടുക്കുന്ന നിലപാടുകളും അവർ വളരെയധികം മയപ്പെട്ടു. അവരുടെ കോള് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം. അവർ നമ്മളെ തിരുത്താൻ വേണ്ടി, അതല്ലെങ്കിൽ അവരുടെ സംശയം ചോദിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല, ഭീഷണിയായിരുന്നു പണ്ടൊക്കെ, തെറിവിളിയായിരുന്നു. ഇപ്പൊ തെറിവിളിയൊന്നുമില്ല. ആ മാറ്റമുണ്ട്. അതുണ്ടായത് ഇങ്ങനെയാണ്. ഈ ഒരു സോഷ്യൽ പ്രഷർ ക്രിയേഷൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഗതി ഇതാണ്. അത് എല്ലാവർക്കും ബാധകമാണെന്നുള്ളതല്ലേ ഇവിടെ വരുന്നത്. ജസീമ നേരിട്ട് കേട്ടിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് ഒരേ ലൈവിൽ ഇരുന്നിട്ട്. എന്താ ജസീമിന് അതിനോട് പറയാനുള്ളത്? അത് ശരിയാ. ഇപ്പൊ പ്രതിപക്ഷം എന്ന് പറയുമ്പോ എനിക്ക് തീർച്ചയായിട്ടും പ്രതിപക്ഷം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം? അവരെടുക്കുന്ന വിഷയം ഏതൊക്കെ ആയിരിക്കും? ഇപ്പൊ കർഷക ബില്ല് അവരുടെ പ്രശ്നം, അവരുടെ പ്രയോറിറ്റി ഒക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ ധ്രുവരാറ്റി ആണെങ്കിൽ വേറെ കുറെ യൂട്യൂബർമാരൊക്കെ ഗവൺമെന്റിന്റെ പല മോശം നടപടികൾ ഫാക്ച്വലായിട്ട്, ഇതിപ്പോ ധ്രുവരാറ്റി പിന്നെയും കുറച്ചുകൂടി ഹൈപ്പ് കൊടുത്തിട്ടാണ് പറഞ്ഞെങ്കിൽ ഫാക്ച്വലായിട്ട് ചില യൂട്യൂബിലൊക്കെ അവർ പറയുന്നുണ്ട്. അത് ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ പകരം ആകുമെങ്കിലും ഇവിടെയുള്ള പ്രതിപക്ഷം ശരിക്കും അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ എടുക്കുന്ന വിഷയങ്ങൾ, അവർ യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങൾ നമുക്ക് ഗുണമുള്ള വിഷയങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ യഥാർത്ഥത്തിൽ അവർ ചൂണ്ടിക്കാണിക്കേണ്ട വിഷയങ്ങളിലല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കർഷക ബില്ല് ഒരു ഉദാഹരണമാണ്, CA ഒരു ഉദാഹരണം. CAയിലും കർഷക ബില്ലിലും ഒരു പക്ഷെ ഇവർ ഫോക്കസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു അല്പം കൂടി ആളുകൾക്ക് ഒരു മതിപ്പുണ്ടായിരുന്നു. ഈ CA വിഷയം പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടതാണ് കേരളത്തിലൊക്കെ. എന്നിട്ട് എന്ത് നേടി ഇപ്പൊ പ്രതിപക്ഷം, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ്, പ്രധാനമായിട്ട് ഇടതുപക്ഷ പാർട്ടികളാണ് കേരളത്തിൽ ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെന്ത് നേടി? ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല, അവരുടെ ബേസ് വോട്ടർമാരൊക്കെ മാറ്റി കുത്തേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. പല വോട്ടുകളും BJPയിലേക്ക് പോയി. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് ഗുണമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ സർക്കാർ ശരിക്കും ചെയ്യുന്ന തെറ്റുകളെ ഫോക്കസ് ചെയ്ത് അത് എടുത്തു പറയുന്ന ഒരു പ്രതിപക്ഷമാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഉള്ള ഒരു പ്രതിപക്ഷം കൊണ്ട് പ്രാക്ടിക്കലി എന്താണ് ഗുണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോ ശരിയാണ്, 200 സീറ്റ് അവർക്ക് കിട്ടി. അവരിനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കൊരു ഊഹം പറയാൻ പറ്റുമോ? UCC കൊണ്ടുവന്നതായിരിക്കും നാളെ. ഇനി നാളെ ആ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഇനി വരാൻ സാധ്യതയില്ല. അതെ. അപ്പൊ ഇതാണ് എന്റെ ഒരു അഭിപ്രായത്തില്. യഥാർത്ഥത്തിൽ ഈ 200 സീറ്റ് വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവര് UCC സപ്പോർട്ട് ചെയ്യണം എന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രതിപക്ഷമാണോ ഇവിടുത്തെ പ്രതിപക്ഷം? അപ്പൊ ധ്രുവരാറ്റി ആവട്ടെ, ആരും ആവട്ടെ, പ്രതിപക്ഷത്തിന്റെ റോള് ഫില്ല് ചെയ്യുന്നത് പറയുമ്പോൾ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കുറെ വൃത്തികേടുകൾ അവർ ചൂണ്ടിക്കാണിക്കും. പക്ഷെ നേരെ മറിച്ച് ഈ ധ്രുവരാറ്റി ആവട്ടെ, വേറെ കുറെ യൂട്യൂബിൽ ഇരിക്കുന്ന ആളുകളാവട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഇവർ ഈ പ്രതിപക്ഷത്തിന്റെ കുറെ മോശം വശങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ പ്രതിപക്ഷം ശരിക്കും രാജ്യത്തോടുള്ള ബാധ്യത അനുസരിച്ച് അവർ അങ്ങനത്തെ കൃത്യമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കണം. അല്ലാതെ കർഷക ബില്ല് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്ന സമയത്ത് അതിനെ ഡിറെയിൽ ചെയ്യാൻ, അതായത് അതിനെ വലിച്ചു താഴെടാൻ വേണ്ടി മാത്രം അവരവരുടെ രാഷ്ട്രീയം കാണിച്ചാൽ പോരാ. അതാണ് ഇപ്പോഴും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർക്ക് ഇത്രയും സീറ്റ് കിട്ടിയിട്ട് അവർ പറയുന്നത് ഭരണഘടന രക്ഷപ്പെടുത്താൻ വേണ്ടി ആണ് എല്ലാവരും ഇത് ചെയ്തതെന്നാണ്, വോട്ട് ചെയ്തതെന്നാണ്. ഭരണഘടന ആരാണ് ഏറ്റവും കൂടുതൽ ഭരണഘടനയിൽ അമെന്റ്മെന്റ് വരുത്തിയിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ അമെന്റ്മെന്റ്സ് വരുത്തിയിട്ടുള്ളത്. സോ അതിനകത്ത് ഒരു കാര്യമില്ല. ഇത് ചരിത്രം അറിയാമെന്നല്ലാത്ത ഇപ്പോഴത്തെ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ പൊളിറ്റിക്സിലേക്ക് വരുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ കിട്ടുന്ന പൊളിറ്റിക്കൽ നോളജ് ആണ്. ഈ നമ്മൾ കാണുന്ന ആളുകൾ, നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അവര് ചരിത്രത്തിലേക്ക് പോയിട്ട് എന്തായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ഭരണഘടന മാറ്റും എന്ന് പറയുമ്പം അത് മാറ്റിയിട്ടുള്ള ആൾക്കാരാണ് അത് പറയുന്നത്. ബിക്കോസ് ദേ നോ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ. ഇത്രയും മാൻഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭരണഘടന പല പ്രാവശ്യം തിരുത്തിയിട്ടുള്ള ആൾക്കാരാണ് കോൺഗ്രസ്. BJPയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 17 പ്രാവശ്യം അങ്ങാണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ 10 വർഷത്തിനിടയ്ക്ക്. BJPക്ക് ഭരണഘടന അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തുള്ളത് ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ BJP പ്രതിപക്ഷം എതിർക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. ശരിക്കും ജാസിം പറഞ്ഞ പോയിന്റ്, അതായത് വളരെ ഇപ്പൊ UCC പോലത്തെ കാര്യങ്ങൾ, അല്ല ഫാം ബില്ല് പോലത്തെ കാര്യങ്ങള്, ഇപ്പൊ കാശ്മീരിനെ എന്താണ് നമ്മുടെ ഇന്ത്യയോട് ചേർക്കണ്ട എന്നാണ് ഇവരെല്ലാം പറയുന്നത്. എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല ഇവരെന്തിനാണ് ഈ ഒരു രീതിയിൽ അതിനെതിരെ എതിർക്കാൻ പോകുന്നത്. അത് ശരിക്കും ഒരു പ്രോ പാകിസ്ഥാൻ നിലപാടല്ലേ അങ്ങനെ വരുമ്പോ. അതുപോലെ പുൽവാമ അറ്റാക്ക്,
സി വാട്ട് എവർ ഇറ്റ് ഈസ്, പുൽവാമയിൽ പോയി നമ്മൾ ബോംബ് ഇട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അത് നമ്മുടെ സൈനികരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് അതിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവിടെ കള്ള ബോംബാണ് ഇട്ടത്, അവിടെ പോയിട്ടില്ല എന്ന് പറയുമ്പം ശരിക്കും നിങ്ങൾ ശത്രു രാജ്യത്തിന്റെ കൂടെ കൂടുകയാണ് അവിടെ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് 2019 കോൺഗ്രസ് അമ്പേ തകർന്നു പോയത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വന്നിട്ടുള്ള കുറെ BJP-യുടെ തന്നെ അധികാരം തലയ്ക്ക് പിടിക്കുമ്പം ഓരോരുത്തർക്ക് വരുന്ന ഒരു ഇതുണ്ടല്ലോ, കുറച്ച് അഹങ്കാരം വരുമല്ലോ. ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ പിന്നെ ഇവര് ഈ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇപ്പൊ കെജ്രിവാൾ നല്ല ആളാണെന്നോ അല്ലെങ്കിൽ അയാൾ അഴിമതി നടത്തിയെന്നൊന്നും ഞാൻ നടത്തിയിട്ടില്ലെന്നും അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ വളരെ സെലക്റ്റീവ് ആയിട്ട് എതിരാളികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് ഒരു ഹിപ്പോക്രസി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ബ്രിജ് ഭൂഷണെതിരെ നടപടി എടുക്കണമായിരുന്നു, അല്ലെ ഈ പറഞ്ഞ കർണാടകയിലെ അവനെതിരെ നടപടി എടുക്കണമായിരുന്നു. അവിടെ നിങ്ങൾ വളരെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം സേഫ്, മറ്റേ എതിരാളികൾക്കെതിരെയല്ല ഞങ്ങൾ ഏജൻസികളെ യൂസ് ചെയ്യും. അപ്പൊ ഇത് ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. മനുഷ്യൻ വോട്ടേഴ്സ്, ഈവൻ സാധാരണ വോട്ടേഴ്സും ഇന്റലിജന്റ് ആണ്. അവരെ അങ്ങനെ അങ്ങ് പൊട്ടന്മാരാക്കരുത് എന്നാണ് ഈ ഒരു ഇലക്ഷന് കിട്ടുന്ന പാഠം. അബ്സല്യൂട്ട്ലി. ഒരു കാര്യം എനിക്ക് അവിടെ ഓർമ്മ വരുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ ഇവിടെ ജനങ്ങളെ കഴുതകൾ അല്ലെങ്കിൽ എന്താണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ കഴുതകൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ജനാധിപത്യത്തിൽ ജനങ്ങൾ കഴുതകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഭംഗിയാക്കാണ്. എല്ലാവരും അവരവരുടെ താല്പര്യങ്ങളും ഇൻട്രസ്റ്റും, അത് നമ്മുടെ താല്പര്യം ആയിരിക്കണമെന്നില്ല, അതൊക്കെ നോക്കി തന്നെ വോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ എന്റെ താല്പര്യം എന്റെ ജാതി ആയിരിക്കാം, എന്റെ മതക്കാരൻ വോട്ട് ചെയ്യണം എന്നുള്ള, കാരണം എനിക്ക് അവനെ ആക്സസ് ചെയ്യാം, എനിക്ക് നാളെ ഒരു കാര്യമായിട്ട് അവന്റെ അടുത്ത് ചെല്ലാൻ പറ്റും. സോ ഐ പ്രിഫർ ദാറ്റ്. അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ഒരു സ്കീം, ഒരു പർട്ടിക്കുലർ സ്കീം എനിക്ക് ഓഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ കിറ്റ് തരുന്ന, അല്ലെങ്കിൽ എന്റെ കൃഷി ആവശ്യങ്ങൾക്ക് എനിക്ക് സബ്സിഡികൾ ഒരുക്കി തരുന്ന ഒരാളെ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ആരും വോട്ട് ചെയ്യുന്നത് മണ്ടന്മാരായിട്ടല്ല, അവരുടെ പ്രിഫറൻസസ് തെറ്റ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ്റെ സമയത്ത് ഉടനീളം നമ്മൾ കേട്ടിരുന്ന കാര്യം, ഒന്ന് രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞിരുന്ന ഫ്രീബീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കുന്നു, അതുപോലെയുള്ള സംഗതികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് കാസ്റ്റ് സെൻസസ് നടത്തും എന്ന് പറയുന്നൊരു വിഷയം. അപ്പോൾ ആ കാസ്റ്റ് അത് അറിയേണ്ടതുണ്ട് എന്നതൊരു വലിയൊരു അത്യാവശ്യമായിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല ഇപ്പോൾ UP-യിലെ ആ ഒരു റിസൾട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാസ്റ്റ് വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാനും കഴിയില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ BJP-ക്ക് തോന്നുകയാണ് നമ്മളും ഇനി ഫ്രീബിയും അതുപോലെ കുറച്ച് കാസ്റ്റൊക്കെ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ അവർ സ്വയം നടത്തിയാൽ അത് ഇന്ത്യയെ വീണ്ടും പിന്നോട്ടടുപ്പിക്കില്ലേ? എന്താ തോന്നുന്നത്? അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. പിന്നെ BJP അത്ര വലിയ ഇപ്പോഴും സോഷ്യലിസം ഒക്കെ നല്ലപോലെ ഉണ്ട്, വെൽഫെയറിസം ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കണ്ടു, ഇവരുടെ ആൾക്കാർക്ക് പോലും ഈ ഞാനിപ്പോ RSSന്റെ കാര്യമൊക്കെ പറഞ്ഞത്, ഇവർ ചെയ്ത ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ശരിക്കും പ്രചരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ആ ഒരു മെഷീനറി വളരെ വീക്കാണ്. അതുകൊണ്ടാണ് ഇവർ അവസാനം ഈ വർഗീയവാദത്തിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നത്. ഞങ്ങള് റോഡ് പണിതു മറ്റേത് പണിതു എന്നും പറഞ്ഞിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അവസാനം അതാ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നേ അല്ലെങ്കിൽ അവര് പ്രസവിച്ച് കൂട്ടുന്നതെന്ന് പറയുമ്പോഴാണ് ആൾക്കാരിലേക്ക് എത്താൻ ധരിച്ചു വെച്ചു. അപ്പൊ ഇതാണ് ഈ നമ്മൾ ഒരു ഭരണകൂടം ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഇവൻ കർഷക ബില്ലിന്റെ കാര്യമാണെങ്കിൽ ഇവരെത്ര കർഷകർ, RSS ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, റൂട്ട് ലെവലിൽ ഭയങ്കര ഇതുണ്ടെങ്കിൽ എത്ര കർഷകരെ ഇവർക്ക് ഇത് ബോധവൽക്കരിക്കാൻ സാധിച്ചു, എത്ര പേര് എടുത്ത് ഇവര് ക്യാമ്പുകൾ ചെയ്തു, പഠന ക്ലാസ്സുകൾ നടത്തി. സോ ജനാധിപത്യം എന്ന് പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുന്നത് വലിയ ഇൻവോൾവ്മെന്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ആൾക്കാരുടെ ഭാഗത്തുനിന്നും വേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാതെ വെറുതെ ചുമ്മാ ഇരുന്ന് വോട്ട് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അവിടെ. അപ്പം കലാപങ്ങൾ ഉണ്ടാവും, ജനങ്ങൾ പ്രതിരോധിക്കും, പ്രതിഷേധിക്കും. അത് അവരെല്ലാം മണ്ടന്മാരാണ് പൊട്ടന്മാരാണെന്ന് പറയാം നിങ്ങൾക്ക്. പക്ഷെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാർക്കുണ്ട്, അത് ചെയ്യണം. ഇപ്പം CPM എങ്ങനെയാണ് വളരെ തെറ്റായ കാര്യങ്ങൾക്ക് ആൾക്കാരെ മൊബിലൈസ് ചെയ്തെടുക്കുന്നത്, അത് ശരിക്കും എല്ലാ പാർട്ടികളും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. സമരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അവരെ പറഞ്ഞ് ധരിപ്പിച്ചത്, ഇത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുന്നു, ഇത് ഇങ്ങനെയാണ്. കുറെ പഠന ക്ലാസ്സുകൾ നടത്തും, പഠന ശിബിരങ്ങൾ നടത്തും. അങ്ങനെ റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യാനുള്ള CPM-ന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ അത് നഷ്ടപ്പെട്ടു. അതിന് ആൾക്കാർ പോയി. പിന്നെ ഈ റൂട്ട് ലെവലിലുള്ള ആൾക്കാരെല്ലാം കുറച്ച് വിവരം വെച്ചപ്പോഴത്തേന് ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത് നിന്നത്. പക്ഷെ അവരുടെ ഒരു പ്രോസസ്സ് ഈസ് ആക്ച്വലി
ബെസ്റ്റ് പ്രോസസ് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും കോപ്പി അടിക്കാൻ പറ്റിയ ഒരു പ്രോസസ്സാണ്. പക്ഷെ പകരം നിങ്ങൾ അമ്പലത്തിൽ ഉത്സവം നടത്താനും കൊടിയേറ്റം നടത്താനും മുടങ്ങിയ പിന്നെ ഇത് നടത്താനും മാത്രമാണ് നിങ്ങളുടെ സംഘടനയെ കൊണ്ട് ഉപയോഗമെങ്കിൽ ദെൻ യു ഹാവ് ടു ഫേസ് ദിസ് കോൺസിക്വൻസസ്. ജസീം, ഒരു ചോദ്യം. അതായത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സുരേഷ് ഗോപിയുടെ ഒരു പേഴ്സണൽ ഒരു ഇൻവോൾവ്മെൻറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് വരുമ്പോൾ ഭാവിയിലും ഇതുപോലെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനം തന്നെയല്ലേ? സിൻസിയറായിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ ഇടപെടാമെങ്കിൽ നിങ്ങൾക്കും വിജയിച്ച് കയറാം എന്നതിനുള്ളൊരു സന്ദേശമായിട്ട് അത് എടുക്കാൻ കഴിയും. അത് തീർച്ചയായും എനിക്ക് പറയാനുള്ളത്, ഈ BJP പക്ഷത്തുള്ള ഒരുപാട് ആൾക്കാർ അപ്പൊ വീണ്ടും ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് നോക്കണ്ട, ഇനി അടുത്ത തവണ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ വോട്ടിന്റെ കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ BJPയുടെ വോട്ട് കൂടി വരുന്നുണ്ട് കേരളത്തിൽ. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തീർച്ചയായും സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപി BJPയുടെ സ്ഥിരം എന്താ പറയാ ഡയലോഗുകളിലൊന്നും അല്ല, പുള്ളിയുടേതായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പയിൻ അവിടെ ഉണ്ടായിരുന്നു. അതൊരു ഗുണമാണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ BJP തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തില് ആ സ്റ്റിഗ്മ പോയല്ലോ. ഒരു അക്കൗണ്ട് തുറന്നു, ആ എന്നുള്ള സ്റ്റിഗ്മ അവസാനിച്ചു. ഇനി അത് ഒരു ഡോറാണ്. അതെ, ആ വാതിൽ തുറന്നു. ഇനി അതിലൂടെ ഒരുപാട് വെള്ളം ഒഴുക്കാൻ പറ്റും BJPക്ക്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത്, തിരുവനന്തപുരത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത തവണയെങ്കിലും ശശി തരൂരിനെതിരെ ചന്ദ്രശേഖരനെ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ വേറെ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കാൻ BJPക്ക് പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിങ്ങൾക്കുള്ള കോർ വോട്ട് ബേസ് അവിടെ ഉണ്ട്. പ്രധാനമായിട്ട് LDFന്റെ ഇവിടെ നമ്മൾ ഏറ്റവും കോൺഗ്രസിനെ ഞാനൊരു മഹാനായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ഇവിടെ വളരെ അതിനേക്കാൾ പ്രതിലോമകരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDFന് അവിടെ ഒരു ബദലായിട്ട് തീർച്ചയായിട്ടും LDFന്റെ വോട്ടർമാരായിട്ടുള്ള ഹിന്ദുക്കളാണ് അവരുടെ മെയിൻ വോട്ടർമാർ. അവരെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ BJPക്ക് സാധിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ചില മണ്ഡലങ്ങളിലും ഒക്കെ. പിന്നെ ക്രൈസ്തവരുടെ വോട്ടും ഇത് തൃശ്ശൂര് സംഭവിച്ച പോലെ അപ്പൊ നമുക്കൊരു തെളിവ് കിട്ടി. ക്രൈസ്തവർ ഇങ്ങോട്ട് മാറി വോട്ട് ചെയ്യുന്നുള്ളതിന് തെളിവായല്ലോ. മറ്റേത് UDFന്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബേസ് ആയിരുന്നു ക്രൈസ്തവർ. അവരൊരിക്കലും ഇതുപോലെ പല സമയത്ത് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതുപോലെ ലോക്സഭയിൽ ഒരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച പരിപാടി ഉണ്ടായിട്ടില്ല. അതും മാറിക്കിട്ടി. അപ്പൊ ഇതൊരു തുടക്കമാണ്. BJPക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഒരു പെനട്രേഷൻ കേരളത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ അത് ഇതുപോലെ സീറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ പ്രവീൺ, എന്തോ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. അതെ, സ്റ്റക്കായിട്ടുണ്ട്. ജസീമ, എനിക്ക് അവിടെ ഒരു കാര്യം ഇപ്പൊ പറയാം. എനിക്കൊരു ചോദ്യം ജസീമിനോട് ചോദിക്കാനുള്ളത്. ഇപ്പൊ ജസീമിന് തോന്നുന്നുണ്ടോ ഈ തൃശ്ശൂർ BJP ജയിച്ചത് അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചത് BJPയുടെ എന്തേലും ഇവിടുത്തെ സംഘടനാപരമായിട്ടുള്ള പാടവത്തിന്റെയോ RSSന്റെ ഏതെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഫീൽഡ് വർക്കിന്റെയോ ഗുണമാണെന്ന്, അതുകൊണ്ടാണ് BJP അവിടെ ജയിച്ചത് തോന്നുന്നു? അതാണ് നമ്മൾ ചോദിച്ചത്. അത് പൂർണ്ണമായിട്ടും അല്ല. കാരണം സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കിട്ടിയത് വോട്ടാണ്. വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇവര് നടത്തി. ഇവര് ഭയങ്കരമായിട്ട് അയാളെ അറ്റാക്ക് ചെയ്തു. അതെല്ലാം പുള്ളിക്ക് പ്ലസ് ആവുകയാണ് ചെയ്തത്. അതെ, അവിടെയാണ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നത്. അതായത് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിലേക്ക് ഇങ്ങനെ ഒരു വാതിൽ തുറന്നിടുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും നിയമസഭയിൽ മുന്നേ തന്നെ നമ്മളെ രാജഗോപാലൻ വഴി ഇങ്ങനെ പണ്ടേ ഒരു BJPയുടെ ഒരു വാതിൽ നമ്മൾ തുറന്നിട്ടിട്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പേര് കയറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവിടെയും ഈ രാജഗോപാൽ നല്ലൊരു വ്യക്തിയാണ്, ആള് നല്ലൊരു ഒരു കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ടാണ് വിജയിച്ചതെന്ന് തന്നെയാണ് അന്നും പറഞ്ഞത്. BJPയുടെ മെച്ചമല്ല എന്ന് തന്നെയാണ് അന്നും പറഞ്ഞത്. പക്ഷെ അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാവുമല്ലേ, ഈ നല്ല കാൻഡിഡേറ്റ് ആയാൽ വിജയിക്കുമെന്നുള്ള ഒരു ക്രൈറ്റീരിയ അതെന്തുകൊണ്ട് BJPയിലെ ആളുകൾക്ക് മാത്രം ബാധകമാവുന്നത്, ബാക്കിയുള്ള പാർട്ടികളിൽ അത് ബാധകമാവാത്ത എന്തുകൊണ്ടായിരിക്കും? BJPക്കാണ് അതൊരു ബാധ്യത. BJPക്കാണ് അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയുള്ളൂ. ബാക്കി ആൾക്കാരെല്ലാം ഓൾറെഡി മതേതരത്തിൽ കുളിച്ച് നിൽക്കുകയാണല്ലോ. അപ്പൊ അവന് കള്ളനും കൊലപാതകയ്ക്കും ഒക്കെ നിൽക്കാം, നോ പ്രോബ്ലം. BJPക്ക് അത് പറ്റിയല്ല. BJPക്ക് പ്യുവർ ഗോൾഡ് ആയിരിക്കണം, ചെമ്പ് പറ്റിയല്ല. ശരിക്കും അതൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതായത് നിങ്ങൾ ഏത് പാർട്ടിയിലാണെങ്കിലും
Yeah. ആരിഫ് ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നു. തിരുവനന്തപുരത്ത് ജയിച്ചതിന് ശേഷം ശശി തരൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മികൾക്കില്ലാത്തൊരു സാധനം. കമ്മികള് തൃശ്ശൂരുള്ളവരെല്ലാം ചാണകം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പം ശശി തരൂർ പറഞ്ഞൊരു കാര്യമാണ്, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരോടും സഹവർത്തിത്വം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതിനാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയത്. സോ കേരളത്തില് അങ്ങനെ ഒരു മത വർഗീയതയൊന്നും ചെലവാകില്ല. അങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ആളുകളെ മാത്രമേ മലയാളികൾ വിജയിപ്പിക്കുള്ളൂ. അപ്പം അങ്ങനെയാണ് ശശി തരൂർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ശശി തരൂർ അല്ലാതെ തൃശ്ശൂരുള്ളവരെല്ലാം ചാണകങ്ങളാണെന്നോ അവരെല്ലാം മണ്ടന്മാരാണെന്നോ പറഞ്ഞില്ല. ഇവരാണ് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു ക്വാളിറ്റി ലെവൽ ഓഫ് തിങ്കിങ് എങ്ങനെയാണ് ഒരു ഇവരും അവരും ആ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിൽ വ്യക്തികൾക്ക് വോട്ട് കുത്താനും മാറിക്കുത്താനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് പോലും നിഷേധിക്കല്ലേ ഈ ഇടതുപക്ഷം ചെയ്യുന്നത്? അവരെല്ലാം അരാഷ്ട്രീയ ജനത എന്ന് വിളിച്ച് ഇവർ പരിഹസിക്കുകയാണ്. ഈ രാഷ്ട്രീയ കൊടി പിടിച്ച് ഇവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്നവരെ മാത്രമേ ഇവർ രാഷ്ട്രീയ ബുദ്ധിജീവികളായിട്ട് കണക്കാക്കൂ. ബാക്കി ആൾക്കാർക്കൊക്കെ അരാഷ്ട്രീയ ജനതയാണ്. അതാണ് ഇവരുടെ ആദ്യമേ ഞാൻ തൊട്ട് പറയുന്നത്. ഇവര് പൊതുജനങ്ങളെ സമീപിക്കുന്നത്, ഇവരുടെ പാർട്ടിക്കാരല്ലാത്ത ആൾക്കാരെ സമീപിക്കുന്നത് വളരെ മോശമായിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒരു മാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പോയിന്റ് പറയാൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ അണ്ണാമലൈ ഭയങ്കര ഓളം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്തൊരു വലിയ പോയിന്റ്. സോ മറ്റേ സൗത്ത് കട്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ ശരിക്കും സൗത്ത് ഇന്ത്യയിലെ BJP ഇറങ്ങി വന്നു. തെലങ്കാനയില് സീറ്റ് എടുത്തു. ആന്ധ്രാപ്രദേശിൽ നല്ല TDP ആയിട്ടുള്ള സഖ്യത്തിൽ കൂടെ ഇതിൽ വന്നു. കർണാടകത്തിൽ അവർക്ക് നല്ല സീറ്റായി. കേരളത്തിൽ അവർ അക്കൗണ്ട് തുറന്നു. പക്ഷേ തമിഴ്നാട് ഇന്നും കിട്ടാഖനിയായിട്ട് നിൽക്കും. തമിഴ്നാട് ഒരു പ്രശ്നം. അത് അണ്ണാമലൈ ഉണ്ടാക്കിയ ഒരു ഓളം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച ഒരു 3-4 സീറ്റെങ്കിലും ഇങ്ങനെ പോരുമെന്നാണ്. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തമിഴ് ജനത ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പേഴ്സണലി കാണുന്ന പല തമിഴന്മാരും BJP-കാരാണ്. അത് നമ്മളുടെ എക്കോ ചേമ്പറിൽ ഇരിക്കുമ്പോഴുള്ള കുഴപ്പമാണ്. അല്ല, നമ്മൾ പറഞ്ഞിടത്താണ് ഈ തമിഴന്മാര്, ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുള്ള തമിഴന്മാര് നമ്മുടെ ഓഫീസിലൊക്കെ ഉള്ള പലരും ഞാൻ കാണുമ്പോഴല്ല അവരെല്ലാം ഭയങ്കര പ്രോ BJP-യാണ്. അപ്പൊ ഞാൻ അവരെല്ലാം ഭയങ്കര അണ്ണാമലൈ ഫാൻസാണ്. ഞാൻ വിചാരിച്ചു അണ്ണാമലൈ അവിടെ എന്തെങ്കിലും മറിക്കും. കാരണം പുള്ളിയുടെ സ്പീച്ചൊക്കെ പുള്ളി സാധാരണ നമ്മുടെ നാട്ടിലെ BJP-കാരെ പോലെയോ അല്ലെങ്കിൽ പുള്ളി വർഗീയതയൊന്നും പറയുന്ന ആളല്ല. പുള്ളി വളരെ സിൻസിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അണ്ണാമലൈ. കൃത്യമായിട്ട് പൊളിറ്റിക്സ് സംസാരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പുള്ളി അവിടെ പച്ച തൊടിച്ചില്ല എന്നുള്ളതാണ്. അത് ഇനി BJP എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ചിലപ്പോൾ ഒരു പക്ഷേ AIDMK ആയിട്ടുള്ള സഖ്യം വേണ്ടെന്ന് വെച്ചതാണോ അതിനകത്ത് ഒരു മണ്ടത്തരം ഇനിയും കൂടുതൽ അനാലിസിസ് വരാനിരിക്കുന്നു. അതെ, അവിടെ ഒരു ഓവർ കോൺഫിഡൻസ് വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് അല്ലേ? അതെ അതെ, സാധ്യത. മാത്രമല്ല ഞാൻ അതിനെ കാണുന്നത് ഇപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ്, പോളിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ശതമാനം വോട്ട് BJP നേടി എന്നുള്ളതിനനുസരിച്ചിട്ട് ഈ തവണ അല്ലെങ്കിൽ അടുത്ത തവണ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയുന്നതാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ പറയുന്നത്, ഇപ്പോൾ 2 വർഷം മുന്നേ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ പലതും ഉണ്ടായി. സുരേഷ് ഗോപി ഇത്ര വലിയ സംഭവമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു സീറ്റ് കിട്ടുമെന്ന് കിട്ടിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ഇത്തവണ അത് നേടി. ഇനി അടുത്ത തവണ 2 സീറ്റ് എക്സ്ട്രാ വരിക എന്ന് പറഞ്ഞ പോലെ ഇതൊരു പ്രോസസ്സാണ്. എന്തായാലും അവർക്ക് കയറി വരാനുള്ള സ്പേസ്, അത് BJP-ക്കുള്ള സ്പേസ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ സ്റ്റാലിൻ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ പിണറായി എങ്ങനെയാണോ ഇവിടുത്തെ BJP-ക്ക് സ്പേസ് ഒരുക്കിയത് അതേപോലെ തന്നെ അവിടെ ഒരുക്കുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ ഒരു കോംപ്ലിക്കേഷൻ എക്സ്ട്രാ വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ മലയാളികളെയൊക്കെ കാണുന്നതിനേക്കാളൊക്കെ വളരെയധികം ഈ ജാതി ബോധവും അതുപോലുള്ള കാര്യങ്ങൾ കുറേയും കൂടി വേറൊരു തലത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ഒരു പ്രാദേശിക വാദവും പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു വേറെ തന്നെ ഒരു കൾട്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. സംഭവം ഏറ്റവും ഹിന്ദുക്കളുള്ള ഒരു സ്ഥലമാണ്. മെജോറിറ്റി ഓഫ് ഹിന്ദുസ് ഉള്ളതാണ്. ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെ എടുക്കാവുന്ന ഒരു പ്രദേശം നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. അവിടെ ആ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നില്ല. അതെനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഈ ദേശീയത എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നാഷണൽ, അതിനോട് വലിയ എതിർപ്പാണ് തമിഴ്നാട്ടിൽ. അതാണ് പ്രശ്നം. അവർക്ക് തമിഴും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഗതി. അതൊരു വലിയ വ്യത്യാസമാണ്. മലയാളിക്ക് അതില്ല.
അല്ല മലപ്പുറത്ത് പോലും അങ്ങനെയും നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ഇപ്പൊ ഈവൻ കേരളത്തിൽ നമ്മൾ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമുണ്ട് ഇല്ലേ? അല്ല, ഞാൻ മലപ്പുറത്ത് ഇന്ത്യയുടെ വികാരമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. മലപ്പുറം എന്ന് പറയുന്ന ഇസ്ലാമിനെ എങ്ങനെയാണോ അല്ലെ മുസ്ലിം സമുദായത്തിന് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ, അതാണ് ഉദ്ദേശിച്ചത്. അതെ, മലപ്പുറംകാർക്ക് ഇന്ത്യയോട് ഇതില്ലെന്നല്ല. ആ ലെവല്. പക്ഷേ അതേപോലെ ആ ഒരു ദ്രാവിഡ ഇതിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഭിമുഖ്യം അതാണ് എപ്പോഴും ഫസ്റ്റ് അവർക്ക് വരിക. ഈ ഇന്ത്യ എന്ന് പറയുന്ന ചിന്ത, ഇന്ത്യ എന്ന് പറയുന്ന ചിന്ത അവർക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ. ഞാൻ ഇടപഴകുന്ന മേ ബി ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് ക്രീമി ലെയർ, മേ ബി നമ്മളിപ്പോ ഇവിടെ ജോലിക്കൊക്കെ വരുന്നു വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കുമല്ലോ, അവർക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കാം. മേ ബി ദാറ്റ്സ് വൈ അണ്ണാമലൈക്ക് ആ ഒരു സപ്പോർട്ടും ഇതൊക്കെ കിട്ടുന്നത്. പക്ഷെ ഗ്രൗണ്ട് ലെവലിൽ താഴോട്ട് ലോവർ ക്ലാസ്സിലേക്ക് അതും സാധ്യത അവരുടെ ഔട്ട്സൈഡ് എക്സ്പോഷർ കാരണമായിരിക്കുള്ളൂ. മീൻസ് ആ ഒരു ഔട്ട്സൈഡ് തമിഴ്നാടും തമിഴ്നാടിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് അപ്പോഴും അതൊരു കുറവായിട്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് വലിയ തോതിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാം. എന്താ ജസീമിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഇപ്പൊ ഈ തമിഴ് ഇതുമായി ബന്ധപ്പെട്ട്? എനിക്ക് ഞാൻ പരിചയപ്പെട്ട തമിഴന്മാരൊക്കെ ഇപ്പൊ തൊഴിൽ പറഞ്ഞൊരു വസ്തുത, ഇത് പലരും എന്താ പറയുക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യമാണ്. തമിഴ്നാട്ടില് ഹിന്ദു മതം വളരെ ഹൃദയത്തോട് ചേർക്കുന്ന മനുഷ്യരാണുള്ളത്, സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെരുവ് കഴിഞ്ഞ അടുത്ത ഒരു കോവിലും ചെറിയ പ്രതിഷ്ഠകളും ഒക്കെ ഉള്ള നാടാണ് തമിഴ്നാട്. തമിഴ്നാടും മതവുമായിട്ട് വളരെ ദൃഢമായ ബന്ധമുണ്ട്. അവര് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയം കാരണം ഒരുപക്ഷെ എല്ലാവരും ഒരു അന്ധവിശ്വാസം ഉണ്ട് നമുക്ക്, അവരെ നിരീശ്വരവാദികളാണ്, മറ്റേ പെരിയാറിന്റെ ഇതൊക്കെയാണ്. അതൊക്കെ അതെ, അത് വെറുതെ അത് ഇവിടുത്തെ ഇടതുപക്ഷമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ല, ഇവിടുത്തെ ഇടതുപക്ഷം അങ്ങനെയാണല്ലോ, ഈശ്വരവാദികളാന്ന് പറയും, പക്ഷെ ഭയങ്കര അന്ധവിശ്വാസികൾ. അതിന്റെയാണ് അത് തന്നെ അതിന്റെ വേറൊരു വർഷം. അപ്പോ അവര് എന്റെ ഒരു അഭിപ്രായത്തില് തമിഴ് എന്നുള്ള വികാരം കൃത്യമായിട്ടുണ്ട്. പിന്നെ ആ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പൊ അത് വോട്ടായി മാറിയില്ല എന്നുള്ളത് എന്റെ ഒരു അഭിപ്രായത്തില് അത് തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് ഒരു ബ്രാഹ്മണിക് ഹെയ്റ്റ് വെച്ചിട്ടാണ് അവർ ആ പൊളിറ്റിക്സ് DMK പ്ലേ ചെയ്യുന്നത്. ഇത് മുഴുവൻ ഒരു ബ്രാഹ്മിൻസിന്റെ ഒരു ആൾക്കാരാണ്, കൂട്ടമാണ്. ദേ ആർ അപ്പർ കാസ്റ്റ്. അപ്പം നമ്മള് ബ്രാഹ്മണിസത്തിനെതിരെ, ഇവര് ഈ സനാതന ധർമ്മത്തിനെതിരെ എന്ന് പറയുന്നത് സ്റ്റാലിനൊക്കെ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണിക് ഇതിനെതിരെ എന്നുള്ള അത് പിന്നെ അണ്ണാമലയുടെ ഒരു സ്പീച്ചിലും പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി വളരെ അങ്ങനെ ഒരു നരേറ്റീവ് വെച്ചിട്ടാണ് അവരത് ആൾക്കാരെ കുടുക്കിയിട്ടിരിക്കുന്നത് DMK-യിൽ. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ റൂട്ട് ലെവലിലൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ BJP അണ്ണാമലയോ ഒന്നും റീച്ച് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ദേ ആർ സ്റ്റിൽ അക്സെപ്റ്റബിൾ ഇൻ ദ ക്രീമി ലെയർ, അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് ആൾക്കാരുടെ ഇടയിൽ മാത്രമാണ്. കുറച്ചുകൂടെ താഴെ ലെവലിലേക്ക് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുള്ള സ്ഥലമാണ്, ഇപ്പോഴും വളരെ മോശാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. സോ അങ്ങോട്ടൊന്നും ഒരു റീച്ച് ആവാൻ അണ്ണാമലയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അവിടെ ഒരു വിഷയം കൂടി പറയാനുള്ളത്, ഈ എന്താ പറയാ, നമ്മുടെ അണ്ണാമല ഒരുപാട് ക്യാമ്പയിനൊക്കെ നടത്തി. പക്ഷെ അവിടുത്തെ ഇപ്പൊ AIDMK ഇവിടെ BJPയുടെ സഖ്യകക്ഷിക്ക് പോലും അവിടെ പെനിട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊരു കാര്യം കൂടി, പേഴ്സണാലിറ്റി ഒരു പ്രശ്നമാണ് കേട്ടോ അവിടെ. ഈ പേഴ്സണാലിറ്റി ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഈ ജയലളിത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് BJPക്ക് ലഭിച്ചില്ലെങ്കിലും BJPയുടെ സഖ്യകക്ഷികളായിട്ടുള്ള AIDMK ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. സഖ്യകക്ഷിയില്ലായിരുന്നു. ഇപ്പം ഇപ്രാവശ്യം സഖ്യത്തിലല്ല പോയത്. BJP ഒറ്റയ്ക്ക് അണ്ണാമല പറഞ്ഞ AIDMK ആയിട്ട് ഇനി നമ്മൾ തെറ്റ് വേണ്ടെന്നുള്ള, അതുകൊണ്ടാണ് ഈ ഒരു ഓവർ കോൺഫിഡൻസ് പാരയായി എന്നാണ് തോന്നുന്നത്. ഞാൻ പറയാതെ വെയിറ്റ് ചെയ്യണം. അല്ല, അപ്പുറത്ത് അവരും പോയി, അവരുടെ സീറ്റും ഇല്ല, AIDMK സീറ്റ് കിട്ടിയിട്ടില്ല, അതാണ് പോയി അവരും അതാ പറഞ്ഞ. അപ്പൊ നമ്മള് തമിഴ്നാടിന്റെ കാര്യം പറയുമ്പോഴും ആന്ധ്രയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ പേഴ്സണാലിറ്റി ഒരു പ്രധാന ഘടകമാണ് അവിടെ. ജയലളിത, കരുണാനിധി, സ്റ്റാലിൻ, ഇവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സിലെ സ്വാധീനമുണ്ട്. അവർ തമിഴാണെന്ന് പറയുമ്പോഴും അവരുടെ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം. പിന്നെ ജാതി, ഞാൻ പറയാൻ വന്ന ഒരു കാര്യം അതായിരുന്നു, ജാതിയെ കുറിച്ച് നിങ്ങളിപ്പോ തമിഴ്നാട്ടിൽ ഇപ്പൊ ഈ അടുത്ത് കുറച്ച് ന്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. ജാതി മാറി വിവാഹം കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കൊലപാതകമൊക്കെ നടക്കുന്നുണ്ടായി. ഇപ്പൊ തമിഴ്നാട് നിങ്ങൾ വിശ്വസിക്കുന്നതിന് എതിരായി ജാതീയപരമായിട്ടും വളരെ എന്താ പറയുക മോശം പ്രവണതകളുള്ള ഒരു സംസ്ഥാനമാണ്. അവര് ബാക്കി കാര്യങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്ന ഗവൺമെന്റ് ഒക്കെയാണ് കേട്ടോ. അത് പ്രത്യേകം പറയണം. കാരണം
സാമ്പത്തികമായിട്ടൊക്കെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവണത അവിടുത്തെ സർക്കാരിനുണ്ട്. തമിഴ്നാട്, നമ്മുടെ കേരളത്തിന് ഇല്ലാത്തൊരു ഗുണം അവിടെയുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇതിലൊക്കെ തമിഴ്നാട് മുന്നിലാണ്. പക്ഷെ ഈ ജാതീയത ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കരുതുന്നതിന് വിരുദ്ധമായിട്ട് ജാതി ബ്രാഹ്മണസത്തെ എതിർത്താലും അവിടെ ഭയങ്കര ജാതീയതയാണ്. അവിടെ ഭയങ്കര ജാതി ദുരഭിമാന കൊലകളും ഇവര് ജാതിവാല് വെക്കുന്നതിനെതിരെ മലയാളികളെയൊക്കെ ഒരു പരിഹസിക്കുന്ന ഒരു TV ഷോയ്ക്കകത്ത് ഒരാള് ഒരു മലയാളിയെ പരിഹസിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തമിഴ്നാട് എന്തോ ജാതിക്ക് അതീതമായി ചിന്തിക്കുന്നു, ജാതി ഒന്നും പറയുന്നില്ല. ബട്ട് ആക്ച്വലി ദാറ്റ്സ് നോട്ട് ഫാക്ട്. ഭയങ്കരമായ ജാതീയമായിട്ട് ട്രൈബല് കണക്കിൽ വിഘടിച്ച് നിന്ന് തമ്മിൽ തല്ലുന്ന ഒരു കൂട്ടമാണ് തമിഴ്നാട്. ഇപ്പൊ പെരിയോറൊക്കെ വന്ന് ഭയങ്കര ബ്രാഹ്മണിസത്തിനെ ഇവർ ഓടിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തെന്ന് പറയുമ്പോഴും ഇവിടെ അതിന് താഴോട്ടുള്ള ജാതികൾ തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിരോധവും, അതുകൊണ്ട് പേരിൽ തന്നെയാണ് ഓരോ കക്ഷികൾ, പട്ടാളി മക്കൾ കക്ഷി, മറ്റേ കക്ഷി, മറിച്ചേ കക്ഷി എന്ന് പറഞ്ഞ ഓരോ കക്ഷികൾ ഉണ്ടാകുന്നതെല്ലാം ജാതിയുടെ ബേസിലാണ്. ഈ ജാതികൾ തമ്മിലുള്ള തമ്മിത്തല്ലും കുടിപ്പകയും ജാതി മാറി കല്യാണം കഴിച്ചാലുള്ള പ്രശ്നങ്ങളൊക്കെ തമിഴ്നാട്ടിൽ പലയിടത്തും വളരെ രൂക്ഷമാണ്. അതിനെ മറികടക്കുന്ന ഒരു വളരെ കുറച്ചൊരു ക്രീമി ലെയർ, ടോപ്പ് ലെയറിലുള്ള ആൾക്കാർ, അർബനൈസ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനെ മറികടക്കാം. അല്ലാത്തടത്തൊക്കെ വളരെ പ്രശ്നമാണത്. ഓക്കെ. അപ്പം എന്തായാലും അധികം വൈകാതെ ഇതൊരു പരീക്ഷണമായിട്ട് BJP കാണും. അടുത്ത തവണയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തവണയൊക്കെ ആകുമ്പോഴേക്കും അണ്ണാമലയെ അവിടെ കുതിച്ച് കയറാനുള്ള സാഹചര്യം തന്നെയാണ് അവിടെ ഒരുങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു ഒറ്റയ്ക്ക് മത്സരിച്ച് ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ, ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ. ഇത് ആദ്യമായിട്ടാണല്ലോ ഇത്തവണ അതങ്ങനെ നടത്തിയത്. അപ്പോൾ BJPക്ക് ശരിക്കും കാൽക്കുലേഷൻ പിഴച്ച 2-3 സ്ഥലങ്ങൾ നമ്മൾ കറക്റ്റ് ചൂണ്ടിക്കാണിക്കണ്ടല്ലോ. വെസ്റ്റ് ബംഗാളിൽ അവര് പുറകോട്ട് പോയി, UP-യില് ഭയങ്കര ഒരു തിരിച്ചടി നേരിട്ടു. പിന്നെ തമിഴ്നാട്ടിൽ അതിനൊക്കെ തമിഴ്നാട്ടില് ഒന്നും കിട്ടിയില്ല. പിന്നെ രാജസ്ഥാനാണ്. പിന്നെ രാജസ്ഥാനിൽ നമ്മള് BJPക്ക് ഏതാണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സംതിങ് റോങ് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. സോ ആ കുറവുകളെയൊക്കെ പരിഹരിക്കാനാണ് അവർ സൗത്തിൽ കുറെ കോൺസെൻട്രേറ്റ് ചെയ്തത്. മോഡിയുടെ തന്നെ എത്രയോ വിസിറ്റ് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് നടന്നു. അത് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്തു എന്ന് പറയാം. പക്ഷെ UP-യും വെസ്റ്റ് ബംഗാളും എസ്പെഷ്യലി UP ഒരു ഭയങ്കര സെറ്റ് ബാക്ക് തന്നെ ആയിപ്പോയി. SP-ക്കാർ പോലും വിചാരിച്ചില്ല അവർക്ക് ഇത്രയും പോസിറ്റ് കിട്ടും. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ ജാതീയത കൊണ്ടു നടക്കുന്ന തമിഴരെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അതിനെ മാത്രം വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് ഈ SP എന്ന് പറയുന്നത്. അവരുടെ കൂട്ടുപിടിച്ചിട്ടാണ്. അതെ. രാഹുൽ ഗാന്ധി പോലും ആ കൂട്ടുകെട്ടിലാണ് ഈ കാസ്റ്റ് സെൻസസ് നടത്തുമെന്നും പറഞ്ഞ് ഇവിടെ വലിയ കൊട്ടിഘോഷിച്ച് നടക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പൊ കണ്ടറിയണം. ഇനിയിപ്പോ എന്തൊക്കെ കളിക്കും BJP, എന്തൊക്കെ ട്രംപ് കാർഡ് പുറത്തെടുക്കും അടുത്ത 5 വർഷം. അവരുടെ ഒരു പ്രോസസ് അനുസരിച്ച് അവരേതായാലും ഇതിൽ നിന്ന് അനാലിസിസ് നടത്തും. ഒരുപാട് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചേഞ്ചസ് വരും. പല സ്ഥലങ്ങളിലും പലരുടെയും തല ഉരുളും, പല സ്ഥലങ്ങളിലും പലരെയും മാറ്റും. ചിലപ്പം വേറൊരു പ്രൊമിനന്റ് ലീഡർഷിപ്പ് തന്നെ BJP-യിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് അമിത് ഷാ ക്യാൻ ബി എ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് എനി ടൈം ഇൻ ഫ്യൂച്ചർ. അമിത് ഷായെ പൊതുജനം, ഇന്ത്യൻ ജനത അങ്ങനെ അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പം ഒരു ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് BJP-യിൽ നിന്ന് ആരിഫ് കാണുന്ന ആരെയാണ്? ആരിഫിന്റെ ചോയ്സ് ആരാണ്? പറ്റുമെങ്കിൽ ഞാൻ തന്നെ ആവാൻ നോക്കും. ഒന്നാമത്തെ ചോയ്സ് ഞാൻ തന്നെയാണ്. നിങ്ങളാവില്ല, അത് മാറ്റിവെച്ചു. അതാണല്ലോ പ്രശ്നം. രണ്ടാമത്തേത് ഇപ്പൊ യോഗി അവര് തന്നെ പൊക്കി കാണിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ്. യോഗിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ യോഗി ഇസ് നോട്ട് ദാറ്റ് ഡിപ്ലോമാറ്റിക്. യു നീഡ് ടു ബി ഡിപ്ലോമാറ്റിക് വെൻ യു ആർ എ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് എന്ന് പറയും. ഡിപ്ലോമാറ്റിക് അല്ല, പുള്ളി വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പുള്ളി ഒരു കട്ടർ സംഘി എന്നൊക്കെ പറയുന്ന ലെവലാണ്. പക്ഷെ പുള്ളി ആ കാര്യത്തിൽ ഓണസ്റ്റ് ആണ് കേട്ടോ. പുള്ളി അതിനകത്ത് വെള്ളം ചേർക്കത്തില്ല. മാത്രമല്ല ഞാൻ ആളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം അതാണ്, പുള്ളിക്ക് അതിനുള്ള കഴിവുണ്ട്. പുള്ളി നേതാവാകും. ഡിപ്ലോമാറ്റിക് അല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷെ ആൾക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പം അവിടെ ആ ഒരു എന്റെ ഒരു ഇതില് നിതിൻ ഗഡ്കരിയാണ് എന്റെ ഒരു ചോയ്സ്. ബിക്കോസ് ഹി ഈസ് അക്സെപ്റ്റബിൾ ഫോർ മെനി പീപ്പിൾ, ഈവൻ ഓപ്പോസിഷനും അക്സെപ്റ്റഡ് ആണ്. രാജ്നാഥ് സിംഗ് പോലും അങ്ങനെയാണെന്നാണ് ഞാൻ കാണുന്നത്. രാജ്നാഥ് സിംഗിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാല് രാജ്നാഥ് സിംഗ് ഈസ് കേപ്പബിൾ ഗൈ. പക്ഷെ നിതിൻ ഗഡ്കരിക്കുള്ള ഒരു പ്ലസ് ഞാൻ കാണുന്നത് ഈസ് എ ഗുഡ് ബിസിനസ്മാനുമാണ്. നല്ലപോലെ ബിസിനസ് ചെയ്യാൻ അറിയാം. മോഡിയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ടാക്ടിക്കൽ സംഭവങ്ങൾ, ബിസിനസ് വെച്ച് പ്രോ ബിസിനസ് ആയതുകൊണ്ട് സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ അസ്. മാത്രമല്ല പുള്ളി ഇങ്ങനെ ഒരു
ഒരു ഒരു തൊട്ടി ലെവലിൽ സംസാരിക്കാറില്ല. മനസ്സിലായില്ലേ? ഈ അതെ സാധാ BJP-ക്കാര് അണമുട്ടുമ്പോ കടന്ന് പറയുന്ന കൊണ്ട് വൃത്തിയായിട്ട് പുള്ളി പറയാറില്ല. പുള്ളി ആ കാര്യത്തിൽ ഒരു ക്വാളിറ്റി, ആ ഒരു വാജ്പേയിയൻ സ്റ്റൈല് ഫോളോ ചെയ്യുന്ന ആളാണ്. സോ അതുകൊണ്ട് എന്റെ ഒരു സാധ്യത. പക്ഷെ പുള്ളിയെ ഇവരിങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. പുള്ളിക്ക് അങ്ങനെ ഒരു അമിത്ഷാ ആൻഡ് മോഡിയുടെ ആ ഒരു ഇതിനകത്ത് പുള്ളി ഇങ്ങനെ ഒതുങ്ങി കിടക്കുവാണ്. അപ്പം ഇതൊരു അതെ അവസരമായിരിക്കാം പുള്ളിയെ പോലെയുള്ള ആൾക്കാർക്ക് തിരിച്ചു വരാൻ, ഒരു വോയിസ് ഉയർത്താൻ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അതായത് പുള്ളിയുടെ മണ്ഡലത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് പോലും ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല എന്ന് പോലും പറയുന്നതൊക്കെ കേൾക്കുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ അറിയാണ്. അപ്പോൾ പുള്ളി അതിനുവേണ്ടി നിന്നിട്ടുമില്ല. എന്നെ എന്താണെന്ന് നാട്ടുകാർക്ക് അറിയാം, അവർ വേണമെങ്കിൽ എന്നെ ജയിപ്പിച്ചോളും, അങ്ങനെ ഒരു ലൈനിൽ നിന്ന് പക്ക അങ്ങനെ നിന്നാണ് ആള് ജയിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് റീസെന്റ് ഇന്റർവ്യൂസ് ക്ലോസ്ലി വാച്ച് ചെയ്താലേ നമുക്കറിയാം ഈ വാണ്ടഡ് ടു സേ സംതിങ് ടു ദ പബ്ലിക് ഇൻ ബിറ്റ്വീൻ ലൈൻസ്. അതായത് വളരെ ഇതായിട്ട് സട്ടിലായിട്ട് പുള്ളി പറയുന്ന സംതിങ് സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ചിലപ്പോ പൊട്ടിത്തെറിക്കാം ചിലതൊക്കെ. പൊട്ടിത്തെറിക്കല്ല. ഇപ്പൊ കോൺഗ്രസിലെ പോലെ അല്ലെങ്കിൽ CPM കോൺഗ്രസിലെ പോലെ BJP-യിൽ അങ്ങനെ ഒരു ഭയങ്കര പൊട്ടിത്തെറി പ്രതീക്ഷിക്കണ്ടേ. ഈ ഇന്റേണൽ ആയിട്ടുള്ള ഇതാണ് വരുന്നത് അതിനകത്ത് കൂടുതലും. ഇപ്പൊ അദ്വാനിയെ ഒതുക്കിയപ്പോഴും ഒരു പൊട്ടിത്തെറി ഒന്നും വന്നില്ലല്ലോ. സോ കുറച്ചുകൂടെ ഒരു ഇതിലായിരിക്കും. പക്ഷെ എന്തായാലും ചില മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ എല്ലാം നല്ലതിന്, സംഭവിച്ചത് നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്, അങ്ങനെ നമുക്ക് കരുതി. അതെ, എന്തായാലും ഏറ്റവും വലിയ സമാധാനം ഒരു പ്രതിപക്ഷം ഇവിടെ വന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാക്കുന്ന കാര്യം. അതോടൊപ്പം നമ്മളുടെ വോട്ടിംഗ് മെഷീൻ രക്ഷപ്പെട്ടു എന്നുള്ളതും. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. കാരണം പ്രതിപക്ഷം ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ ഇത്രമാത്രം സ്വപ്നം കാണുന്ന, ഇതൊരു വലിയൊരു എന്താ പറയുക, പരിചയമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എക്സ് മുസ്ലിം ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഈ ആഗോളതലത്തിൽ തന്നെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ ഡെമോക്രസി എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എല്ലാ ഡെമോക്രസീസിനെയും ബദലായിക്കൊണ്ട് ഒരു ഭീഷണിയായിട്ട് പോലും ആളുകൾ മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും അത് വരാനുള്ള സാധ്യത പല മേഖലയിൽ വരുന്നത് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ, അതായത് ഭരണത്തിലിരിക്കുന്നവർ തന്നെ ഇതിനെ തിന്നുന്നൊരവസ്ഥയും കൂടി വന്നാൽ പിന്നെ കാക്കാമാർക്കും ഇതുപോലുള്ള ആളുകൾക്കൊന്നും പിന്നെ ഒന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല, നേരെ വന്നങ്ങ് കയറി കൊടുത്താൽ മതി. പിന്നെ ആരിപ്പോ ഈ ചാനലില് ടൈറ്റിൽ ഇട്ടില്ലേ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ, പ്രവീൺ രവി എന്നിട്ട്. അപ്പൊ എനിക്കൊരാൾ വാട്സാപ്പിൽ പ്രമുഖ യൂട്യൂബർ ആരിഫ് പ്രവീൺ രവിയെ ട്രോളുന്നു എന്നും പറഞ്ഞു ഈ നിങ്ങളുടെ സൈറ്റ്. അപ്പൊ അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എടാ ഞാനിവിടെ പോകുന്ന ലൈവാണ്, എന്റെ പേര് പുള്ളി അവിടെ ഹാഷ്ടാഗ് ഇട്ടിട്ട്. അത് ശരി. അപ്പൊ എന്നെ പ്രമുഖ യൂട്യൂബർ ആക്കി. പ്രമുഖ യൂട്യൂബറാണ്, ഇവിടുത്തെ ധ്രുവറാട്ടിയാണ്. മറ്റേ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്നൊക്കെ പറയണ പോലെ പാവപ്പെട്ടവരുടെ ധ്രുവറാട്ടിയാണ്. അതെ അതെ, പാവപ്പെട്ടവന്റെ ധ്രുവറാട്ടി. ഓക്കെ, എന്തായാലും കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊരു അവലോകനമായിട്ട് എടുക്കുക. ഇനിയും ഇതിൽ ചേർത്ത് പറയാനൊക്കെ ഉണ്ടാവും നമുക്ക്. വേറൊരു കാര്യം കൂടെ പറയാണ്ട്. ഈ സർവേയിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഏതാണ്ട് പറഞ്ഞത് മറുനാടനായിരുന്നു. സത്യമായിട്ട് പറഞ്ഞു, മറുനാടൻ ഈ ഒരു ഫിഗേഴ്സ് പ്രവചിച്ചു. അന്ന് മറുനാടനെ സംഖ്യകളെല്ലാം കൂടെ പോയി പഞ്ഞി കിട്ടു. മറുനാടനിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ വെളിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞ ഷാജിനെ ഭീകര ചീത്തയാണ്. അതുപോലെ ഒപ്പീനിയൻ സർവേക്കകത്ത് അവര് കൃത്യമായിട്ട് പറഞ്ഞ ഒറ്റ സീറ്റ് NDAക്ക്, അത് തൃശ്ശൂരാണെന്നും പിന്നെ അതേസമയം ആറ്റിങ്ങലും തിരുവനന്തപുരത്തും നല്ല ഫൈറ്റ് കാഴ്ചവെക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ട് അതേപോലെ തന്നെ വന്നു. അന്നേരവും ഇവിടെ സംഖ്യകൾ, കാരണം മറുനാടൻ കാണുന്ന കുറെ സംഖ്യകളുണ്ട്, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈ അപ്രിയമായ സത്യങ്ങള് പറയുന്നവരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ തന്നെ അവര് നീ മറ്റവന്റെ ചാരനാണ്, കോൺഗ്രസ്സുകാരൻ ഉയർന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വലിയ രീതിയിൽ ആക്രമിച്ചു. അപ്പൊ ഏതാണ്ട് റിസൾട്ട് വന്നപ്പം പുള്ളി പറഞ്ഞ 290 to 300 സീറ്റാണ് BJPക്ക്. അത് തന്നെ അതിപ്പോ ഇന്ന് പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ശരിയാ, പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ഓക്കെ, പുള്ളി അതിൽ സൂചിപ്പിക്കുന്നുണ്ട് പുള്ളിയെ പഞ്ഞിക്കിട്ട കഥ. അതെ അതെ അതെ. അല്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, ഇപ്പം നമ്മളൊക്കെ ഇതിനകത്ത് നിരീക്ഷിച്ച് വരുന്ന ആളുകളാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരമായിട്ടും കൂടി ഇത് മാറുകയാണ്. യെസ്, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ജസീം, പ്രവീൺ? ഇനി വേറെ എന്തെങ്കിലും? എനിക്കൊന്നുമില്ല.
എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു നമ്മൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമ്മളുടെ ലക്ഷ്യം നിയമസഭ ഇലക്ഷനാണ്. മിക്കവാറും ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള എല്ലാ പരിപാടി ആലോചിക്കുന്നുണ്ട്. ജോലി സ്ഥലത്ത് ഓൾറെഡി സൂചന കൊടുത്തു കഴിഞ്ഞു. മിക്കവാറും ഇലക്ട്രൽ ബോണ്ട് വേണോ? ഇലക്ട്രൽ ബോണ്ടൊക്കെ വേണ്ടി വരും. ബോണ്ട തരാം ഞങ്ങൾ. ബോണ്ട, അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ട്. കുറച്ച് പേര് കൂടിയിട്ട് സ്വന്തം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെ കൂടി ഇതിനെ ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. അത് നിയമസഭാ ഇലക്ഷനാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അങ്ങനെയും വരുന്നു. അപ്പോൾ നോക്കാം. നിങ്ങളുടെ രണ്ടുപേരും വോട്ട് നമ്മളുടെ പാർട്ടിക്കാർക്ക് വേണം. ഏത്തിസ്റ്റുകൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചൊരു അത് കൺഫ്യൂഷൻ വേണ്ട. വേണ്ട. എല്ലാ മണ്ഡലത്തിലും ഒരു അതെ 2 വോട്ടെങ്കിലും കിട്ടുമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ ഒന്ന് താൽക്കാലികമായിട്ടൊന്ന് എന്താ പറയുക, ഒരു അർദ്ധവിരാമം. നമ്മൾ പ്രവീണിനൊരു വിട നൽകുകയാണ്. അപ്പോൾ പ്രവീൺ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും 2 വാക്കും കൂടി പറഞ്ഞിട്ട് പ്രവീണിനെ ലീവ് അല്ല, ചെയ്യാം. എനിക്ക് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. എനിക്ക് നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ഇടയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ കുറെ വന്നു. ക്യാമറ ഓഫ് ആയി പോയി, മറ്റേത് മൈക്ക് ഡിസ്കണക്ട് ആകെ പ്രശ്നമായിരുന്നു, അലമ്പായിരുന്നു. അങ്ങനെ ഒരു അതെ പ്രശ്നം അതെ വന്നു. അതെ. പിന്നെ ഇവിടെ കുഴപ്പമില്ല. എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ എന്തോ ഒരു പ്രശ്നം എന്താണെന്നറിയില്ല. ഓക്കെ, എനിവേ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. നമുക്ക് ഇതിന്റെ നമുക്ക് ഒരു കുറച്ചുകൂടെ 2ാം ഭാഗം. ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. കുറച്ചുകൂടെ അതെ, ഡീറ്റെയിൽസ് വരും അപ്പോഴത്തേനും പബ്ലിക് ഡൊമൈനിൽ. അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ശരി, അപ്പോൾ ബൈ. പ്രവീണിന് വിടാം, ജസീം പോകരുത്. വിടാം വിടാം. ബൈ. ഓക്കെ, യെസ്, ബൈ ബൈ. പിന്നെ കാണാം. ഇതെങ്ങനെയാ വിട ചെല്ലുന്നത്? ഞാനിവിടെ റിമൂവ് ചെയ്യാം, അപ്പോൾ പിന്നെ പണി എളുപ്പമായല്ലോ. ഓക്കെ, അപ്പോൾ ജസീം, കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടെ വൈൻഡപ്പ് ചെയ്യണോ അതോ നമ്മളുടെ അഭിപ്രായം ആരെങ്കിലും പറയാനുള്ള ജോയിൻ ചെയ്യുന്നുണ്ടോ? ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു വരുന്നുണ്ടെങ്കിൽ നോക്കാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.